പെർസ്പെക്റ്റീവ്സ് ഓൺ എഡ്യൂക്കേഷനിൽ 2021 ആൻഡ് 2020 ഈ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും ഡീറ്റെയിൽസ് വേണ്ട, നിങ്ങൾക്ക് വേണ്ടത് മാത്രം എടുത്തെഴുതുക. ഡിഫൈൻ എഡ്യൂക്കേഷൻ. എന്താണ് എഡ്യൂക്കേഷൻ? എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ബ്രിങ്ങിങ് ഔട്ട് ദ ഇൻഹറൻറ്റ് എബിലിറ്റീസ്. ഒരാളുടെ ഉള്ളിലുള്ള എബിലിറ്റീസിനെ പുറത്തു കൊണ്ടുവരുന്ന പ്രോസസ്സാണ്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ദം ടു ഗ്രോ ഇൻ്റലക്ച്വലി, മോറലി, സോഷ്യലി ആൻഡ് ഇമോഷണലി. ഇവിടെ എന്താണ് മറ്റൊരു പ്രക്രിയ എന്ന് പറഞ്ഞാൽ ദ ട്രാൻസ്മിഷൻ ഓഫ് നോളേജ്, സ്കിൽസ്, വാല്യൂസ് ആൻഡ് കൾച്ചർ ഫ്രം വൺ ജനറേഷൻ ടു ദ നെക്സ്റ്റ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ ഡെഫിനേഷൻ വേണമെന്നുണ്ടെങ്കിൽ സ്വാമി വിവേകാനന്ദയുടെ ഒരു ഡെഫിനേഷൻ കൂടെ നമുക്കതിൽ ഉൾപ്പെടുത്താം. എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ. അതായത് മനുഷ്യനിൽ ഓൾറെഡി ഉള്ള പെർഫെക്ഷനെ മാനിഫെസ്റ്റ് ചെയ്യുന്നതിനാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എഡ്യൂക്കേഷൻ അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ റിയലൈസ് ചെയ്യാൻ വേണ്ടി ഒരു മനുഷ്യനെ ഹെൽപ്പ് ചെയ്യുന്നു. അവരുടെ ഉള്ളിലുള്ള എല്ലാ ക്വാളിറ്റീസിനെയും നർച്ചർ ചെയ്യുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എറ്റിമോളജി ഓഫ് ദ വേൾഡ് ഫിലോസഫി. ഇപ്പോൾ ഫിലോസഫി 2 ഗ്രീക്ക് വേർഡ്സിൽ നിന്നാണ് ഡെറൈവ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഫിലോ വിച്ച് മീൻസ് ലവ് ആൻഡ് ദെൻ സോഫിയ വിച്ച് മീൻസ് വിസ്ഡം. ഫിലോസഫി എന്ന് പറഞ്ഞാൽ ലിറ്ററലി അതിൻ്റെ അർത്ഥം ലവ് ഓഫ് വിസ്ഡം ഓർ നോളജ് എന്നുള്ളതാണ്. ഇനി എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് പറഞ്ഞാൽ ദ പെർസ്യൂട്ട് ഓഫ് knowledge and understanding about life, existence, values, mind and the universe through rational inquiry and critical thinking, which is regarded as the primary agent of education. Primary agent of education ഏതാണ്? Agencies of educationൽ primary agent എന്ന് പറയുന്നത് സ്കൂളാണ്. ഫോമൽ ഏജൻറ്റ് ഓഫ് എഡ്യൂക്കേഷനും കൂടിയാണ് സ്കൂൾ. ഇത് ഫോമൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇവിടെയാണ് നമ്മൾ ലേണിങ്ങിനെ പ്ലാൻ ചെയ്യുന്നതും ഓർഗനൈസ് ചെയ്യുന്നതും അണ്ടർ ദ ഗൈഡൻസ് ഓഫ് ട്രെയിൻ ടീച്ചേഴ്സ്. നോളജ് കൊടുക്കുന്നതിന് പുറമെ സോഷ്യൽ വാല്യൂസ്, ഡിസിപ്ലിൻ, ഓവറോൾ പേഴ്സണാലിറ്റി ഓഫ് ദ ലേണേഴ്സ് ഒക്കെ സ്കൂളിൽ വെച്ചിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഹു ഇസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഐഡിയലിസം. പ്ലേറ്റോ ഇസ് ദ ഏൻഷ്യൻ ഗ്രീക്ക് ഫിലോസഫർ ഇസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഐഡിയലിസം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്? നമ്മൾ ഈ ചുറ്റും കാണുന്ന ഈ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺലി എ ഷാഡോ ഓഫ് ദ റിയാലിറ്റി വിച്ച് ലൈസ് ഇൻ ദ വേൾഡ് ഓഫ് ഐഡിയാസ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഫോംസ്. പ്ലേറ്റോൻ്റെ ഐഡിയ ഡിസ്ക്രൈബ് ചെയ്താൽ കേട്ടോ. അപ്പോൾ അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ മുന്നിൽ കാണുന്ന കസേര അത് അതല്ല റിയാലിറ്റി. ആ കസേരയെക്കുറിച്ച് നിങ്ങളുടെ മൈൻഡിൽ ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ആ കസേര പണിയുമ്പോൾ അതിൻ്റെ ആശാരിക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ, അതിൽ നിന്നാണല്ലോ ആ കസേര ഉണ്ടാക്കിയത്. ആ ഐഡിയ ആണ് റിയാലിറ്റി എന്നാണ് പ്ലേറ്റോ പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷണൽ ഫിലോസഫി എംഫസൈസ് ചെയ്തത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദി മൈൻഡ് ആൻഡ് ദ സോളിലാണ്. ആൻഡ് ഹി കൺസിഡേർഡ് എഡ്യൂക്കേഷൻ ആസ് എ മീൻസ് ടു അച്ചീവ് സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റ്. ആൻഡ് വാട്ട് ഈസ് ദ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് എഡ്യൂക്കേഷൻ ആസ് പെർ ജൈനിസം? ജൈനിസത്തിനെ സംബന്ധിച്ചിടത്തോളം അൾട്ടിമേറ്റ് ഗോൾ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഈസ് ടു അറ്റൈൻ മോക്ഷ. ഇനി ബുദ്ധിസത്തിലാണെങ്കിൽ അതെന്താണ്? നിർവാണ. മോക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിബറേഷൻ ഫ്രം ദ സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്. ഇത് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഷുഡ് കൾട്ടിവേറ്റ് റൈറ്റ് നോളേജ്, റൈറ്റ് ഫെയ്ത്ത് ആൻഡ് റൈറ്റ് കണ്ടക്ട്. എന്തൊക്കെയാണ്? റൈറ്റ് നോളേജ്, റൈറ്റ് ഫെയ്ത്ത്, ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ കണ്ടക്ട് നടപ്പ് രീതി. അപ്പോൾ ജൈൻ എഡ്യൂക്കേഷൻ സ്ട്രെസ് ചെയ്യുന്നത് സെൽഫ് ഡിസിപ്ലിൻ, നോൺ വയലൻസ്, ട്രൂത്ത് ആൻഡ് ഡിറ്റാച്ച്മെൻറ്റ് ഫ്രം വേൾഡ്ലി പ്ലഷേഴ്സ്. വാട്ട് ഈസ് എപ്പിസ്റ്റമോളജി? അതൊരു ബ്രാഞ്ച് ഓഫ് ഫിലോസഫിയാണ്. അത് ഡീൽ ചെയ്യുന്നത് എന്തൊക്കെ വെച്ചിട്ടാണ്? നേച്ചർ, ഒറിജിൻ ആൻഡ് സ്കോപ്പ് ഓഫ് നോളജ്. ഇറ്റ് എക്സ്പ്ലോർസ് ദ ക്വസ്റ്റ്യൻസ് വാട്ട് ഈസ് നോളജ്, ഹൗ ഈസ് ഇറ്റ് അക്വേർഡ്, വാട്ട് ഡു പീപ്പിൾ നോ ആൻഡ് ഹൗ ഡു ദേ നോ ഇറ്റ്. ഇതൊക്കെയാണ് ഇത് പ്രധാനമായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. എപ്പിസ്റ്റമോളജി നമ്മളെ help ചെയ്യുന്നു to understand the limits of human understanding and also the validity of different sources of knowledge. ഇത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിപ്പോൾ ഇത്ര എലാബറേറ്റ് ആവേണ്ട കാര്യമില്ല, പക്ഷെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇനി 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ്. എക്സ്പ്ലെയിൻ എഡ്യൂക്കേഷൻ ആസ് എ ഡിസിപ്ലിൻ. അപ്പോൾ ഇതിൽ 2 കാര്യങ്ങൾ എന്തായാലും പറഞ്ഞിരിക്കണം. അതായത് ഡിസിപ്ലിൻ എന്താണെന്നുള്ളതും കൂടെ പറഞ്ഞിരിക്കണം. അപ്പോൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്, എഡ്യൂക്കേഷൻ ആസ് എ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് ആൻഡ് ഓർഗനൈസ്ഡ് ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ്. അതെന്തിലാണ് ആസ് എ ഡിസിപ്ലിൻ ഫോക്കസ് ചെയ്യുന്നത്? ദ തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആണ്. ഇതിൻ്റേതായ ഓൺ ബോഡി ഓഫ് നോളേജ് ഉണ്ട്, പ്രിൻസിപ്പിൾസ് ഉണ്ട്, മെത്തഡോളജീസ് ഉണ്ട്, അതുപോലെ തന്നെ വേരിയസ് സബ് ഡിസിപ്ലിൻസ് ഉണ്ട്, അല്ലെങ്കിൽ മറ്റ് ഡിസിപ്ലിൻസ് ലൈക്ക് സൈക്കോളജി, സോഷ്യോളജി, ഫിലോസഫിയിൽ നിന്നുള്ള ഇൻസൈറ്റ്സ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടു ഇംപ്രൂവ് എഡ്യൂക്കേഷണൽ പ്രോസസ്സസ്. അപ്പോൾ ആസ് എ ഡിസിപ്ലിൻ ഇത് നമ്മൾ എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു? ലേണറിൻ്റെ ബിഹേവിയർ, കരിക്കുലം ഡെവലപ്മെൻറ്റ്, ക്ലാസ് റൂം മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ വേണ്ടി റിസർച്ചിനെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നുണ്ട്. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ ഒരു ഡിസിപ്ലിനാണ്, ബിക്കോസ് ഇറ്റ് ഈസ് ബോത്ത് തിയററ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ ഇൻ നേച്ചർ. ഹൗ ഈസ് സോഷ്യോളജി ഹെൽപ്ഫുൾ ഫോർ എ ടീച്ചർ? സോഷ്യോളജി ഒരു ടീച്ചറെ
ഒരു കുട്ടിയുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, കൾച്ചർ ആൻഡ് ബിഹേവിയറിനെയൊക്കെ മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എത്രമാത്രം ഫാമിലി, കമ്മ്യൂണിറ്റി ആൻഡ് പിയർ ഗ്രൂപ്പ്സ് ഒക്കെ സ്റ്റുഡൻറ്റിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സോഷ്യോളജിയിലൂടെ ടീച്ചർക്ക് പല ഇഷ്യൂസും അഡ്രസ്സ് ചെയ്യാൻ പറ്റും, ലൈക്ക് ഡിസ്ക്രിമിനേഷൻ, ഇൻഇക്വാലിറ്റി, സോഷ്യൽ കോൺഫ്ലിക്ട്സ് ഇൻ ദ ക്ലാസ് റൂം. അപ്പോൾ ഇവിടെ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ലേണിംഗ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സോഷ്യോളജിയുടെ ഉദ്ദേശം. അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡൈനാമിക്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ സോഷ്യോളജി ഒരു ടീച്ചറുടെ എഫക്റ്റീവ്നെസ് ഇൻ ഡീലിംഗ് വിത്ത് ഡൈവേഴ്സ് ലേണേഴ്സിനെ പ്രോത്സാഹിപ്പിക്കുന്നു. സ്റ്റേറ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് പ്രാഗ്മാറ്റിസം ആസ് എ സ്കൂൾ ഓഫ് ഫിലോസഫി. ഇപ്പോൾ പ്രാഗ്മാറ്റിസം എംഫസൈസ് ചെയ്യുന്നത് എന്താണ്? ലേണിംഗ് ബൈ ഡൂയിങ് ആൻഡ് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഓഫ് നോളജ്. ഇത് പ്രാഗ്മാറ്റിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ലേണിംഗ് ബൈ ഡൂയിങ് ആൻഡ് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ. നമ്മൾ എന്താണോ പഠിച്ചത് ഇത് ചെയ്ത് പഠിക്കുക, പ്രവൃത്തിയിലേക്ക് കൊണ്ടുവന്ന് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രോബ്ലം സോൾവിങ് ഉണ്ട്, ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ട്, അതുപോലെ തന്നെ അഡാപ്റ്റബിലിറ്റി ഇൻ റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ഉണ്ട്. ഇപ്പോൾ എഡ്യൂക്കേഷനിൽ പ്രാഗ്മാറ്റിസം സപ്പോർട്ട് ചെയ്യുന്നത് സ്റ്റുഡൻറ് സെൻറ്റേഡ്, അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ബേസ്ഡ് ലേണിംഗ് ആണ്. ഇത് റിജക്റ്റ് ചെയ്യുന്നത് റിജിഡ് മെത്തേഡ്സിനെ അത് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുന്നത് ഫ്ലെക്സിബിലിറ്റി ഇൻ ടീച്ചിങ് അപ്രോച്ചസിനെ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടീച്ചറും ഇവിടെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പൻ്റ് തന്നെയാണ്. ടീച്ചറുടെ എയിം എന്താണ്? ടു പ്രിപ്പയർ ദ സ്റ്റുഡൻസ് ഫോർ ഡെമോക്രാറ്റിക് ലിവിങ് ആൻഡ് സോഷ്യൽ എഫിഷ്യൻസി. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷനെ ഡൈനാമിക്കും റെലവൻറ്റുമായിട്ട് മാറ്റാനായിട്ട് പ്രാഗ്മാറ്റിസത്തിന് സാധിക്കും. ഇനി എന്താണ് ദ റോൾ ഓഫ് ടീച്ചർ? ടീച്ചർ ഒരുപാട് റോൾസ് പ്ലേ ചെയ്യുന്നുണ്ട്. ഫെസിലിറ്റേറ്റർ, ഗൈഡ്, മെൻറ്റർ, ഇവാലുവേറ്റർ, ആൻഡ് ദേ ഓൾസോ ഹെൽപ്പ് ടു കൺസ്ട്രക്ട് നോളജ് ആൻഡ് ഡെവലപ്പ് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ്. ടീച്ചേഴ്സ് എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ലെസൺ പ്ലാൻസ് എഴുതുന്നുണ്ട്, ഇൻസ്ട്രക്ഷൻ ഡെലിവർ ചെയ്യുന്നുണ്ട്, സ്റ്റുഡൻറ് പ്രോഗ്രസ്സിനെ അസസ് ചെയ്യുന്നുണ്ട്, മോറൽ ഇമോഷണൽ ഗ്രോത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, റോൾ മോഡൽസ് ആണ്, ലേണേഴ്സിനെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്, പോസിറ്റീവ് ആൻഡ് ഇൻക്ലൂസീവ് ലേണിംഗ് എൻവയോൺമെൻറ്റ് ഒക്കെ അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ ദേ ഷേപ്പ് ഫ്യൂച്ചർ സിറ്റിസൺസ് ആൻഡ് കോൺട്രിബ്യൂട്ട് ടു നേഷൻ ബിൽഡിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, 4 മാർക്സ് ക്വസ്റ്റ്യൻ. എഡ്യൂക്കേഷൻ ആൻഡ് ഫിലോസഫി ആർ 2 sides ഓഫ് ദ സെയിം കോയിൻ. അതായത് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഈച്ച് അതർ, ഹൗ ദേ ആർ ഇന്റർ റിലേറ്റഡ് ആണ്. ഈ കണക്ഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് 2 sides ഓഫ് ദ സെയിം കോയിൻ. അതായത് വൺ കനോട്ട് എക്സിറ്റ് മീനിങ് ഫുള്ളി വിത്തൗട്ട് ദി അതർ. ഒന്നില്ലാതെ മറ്റൊന്നിന് നിലനിൽപ്പില്ല. അതായത് ഫിലോസഫിയിൽ എന്താണ് കൂടുതലുള്ളത്? കുറേ ഫൗണ്ടേഷണൽ ഐഡിയാസ്, പ്രിൻസിപ്പിൾസ് ആൻഡ് വാല്യൂസ്. അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു പാത്താണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഔട്ട്കംസ്, എയിംസ്, കരിക്കുലം, മെത്തേഡ്സ് ഒക്കെ എഡ്യൂക്കേഷൻ ത്രൂ ആണ് അത് അച്ചീവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫിലോസഫിയാണ് എഡ്യൂക്കേഷന് ശരിയായ ഒരു ദിശ അല്ലെങ്കിൽ റൈറ്റ് ഡയറക്ഷൻ കാണിച്ചു കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഫിലോസഫി എന്തിനെക്കുറിച്ചൊക്കെ എന്താണ് ഫിലോസഫി എന്നുള്ളത് പറയാം. നേച്ചർ ഓഫ് റിയാലിറ്റി, നോളേജ്, എക്സിസ്റ്റൻസ്, കാര്യങ്ങളെല്ലാം പറയാം. പിന്നെ അതിൽ കുറച്ച് ഐഡിയലിസം, നാച്ചുറലിസം, പ്രാഗ്മാറ്റിസം ഒക്കെ ഫിലോസഫീസാണ്, അതിനെക്കുറിച്ചും പറയാം. ഇനി എഡ്യൂക്കേഷനെ കുറിച്ച് പറയാം, അതെങ്ങനെയാണ് പ്രാക്ടിക്കൽ സൈഡ് ഓഫ് ദ ഫിലോസഫി ആവുന്ന കാര്യങ്ങളൊക്കെ പറയാം. അപ്പം മുന്നത്തേലും ഇത് ഡിസ്കസ് ചെയ്തതുകൊണ്ട് ദാറ്റ് ഐ എം നോട്ട് ഗെറ്റിംഗ് ഇൻ ടു ഇറ്റ്. ഇനി ടീച്ചർ ആസ് എ നേഷൻ ബിൽഡർ, എങ്ങനെയാണ് നേഷൻ ബിൽഡർ ആവുന്നത്? ഇപ്പോൾ എഡ്യൂക്കേഷനിലൂടെ ടീച്ചർ എന്തിനുള്ള ഫൗണ്ടേഷനാണ് കൊടുക്കുന്നത്? ഒരു സ്ട്രോങ്, പ്രോഗ്രസീവ്, എൻലൈറ്റൻഡ് സൊസൈറ്റിയാണ് ടീച്ചർ ബിൽഡ് ചെയ്യുന്നത്. നോളജ് കൊടുക്കുന്നുണ്ട്, ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പല സോഷ്യൽ ലെവൽസിനെയും എതിരെ പോരാടാനായിട്ട് ടീച്ചർ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പല കാര്യം, ലീഡർഷിപ്പ് ഉണ്ട്, കമ്മ്യൂണിറ്റി റെസ്പോൺസിബിലിറ്റി, ടോർച്ച് ബെയറേഴ്സ് ഓഫ് നാഷണൽ പ്രോഗ്രസ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, നാച്ചുറലിസത്തിൻ്റെ ലിമിറ്റേഷൻ, ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടില്ല. ഇപ്പം ഇതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. അപ്പം 3 തിയറീസാണ് പ്രധാനമായിട്ടും ടെക്സ്റ്റിൽ പറയുന്നത്: പ്രാഗ്മാറ്റിസം, നാച്ചുറലിസം ആൻഡ് ഐഡിയലിസം. ഇതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം. ഐഡിയലിസം ആണ് കൂടുതലായിട്ടും ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ നാച്ചുറലിസം എംഫസൈസ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ ഒരു നാച്ചുറൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദി ചൈൽഡിനെ വേണം ഫോക്കസ് ചെയ്യാനായിട്ട്. ലേണിംഗ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഇൻട്രാക്ഷനിലൂടെയും അതുപോലെ ഡയറക്റ്റ് എക്സ്പീരിയൻസിലൂടെയും അതുപോലെ തന്നെ നേച്ചറുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനിലും കൂടെ വേണം നടക്കാനായിട്ട്. അതായത് ഒരുപാട് വാല്യുബിൾ കോൺട്രിബ്യൂഷൻസ് ഇത് കൊടുത്തിട്ടുണ്ട് ടുവാർഡ്സ് എഡ്യൂക്കേഷൻ. അതായത് ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ അത് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ റൂസോൻ്റെ എമിലിയൊക്കെ ഇതിൽ മെൻഷൻ ചെയ്യാവുന്ന ഒന്നാണ്. ഫ്രീഡം ഇൻ ലേണിംഗ്. നാച്ചുറലിസത്തിന് പക്ഷേ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് ഒരു ഓവറോൾ അപ്ലിക്കബിലിറ്റി അതിനില്ല എന്നാണ് പറയുന്നത്. ഇപ്പം നാച്ചുറലിസം ആദ്യം തന്നെ ചെയ്യുന്ന ഒരു നെഗറ്റീവ് ഇതെന്താന്ന് പറഞ്ഞാൽ ടീച്ചറിൻ്റെ റോൾ ആസ് എ ഗൈഡ് ആൻഡ് ആസ് എ ഫെസിലിറ്റേറ്റർ നെഗ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ഫിലോസഫിയിൽ ടീച്ചർ ഒരു ഒബ്സർവർ മാത്രമായാൽ മതി, ഒരു ആക്റ്റീവ് കോൺട്രിബ്യൂട്ടർ ആവണ്ട എന്നാണ് പറയുന്നത്. പക്ഷേ പ്രാഗ്മാറ്റിസത്തിൽ അങ്ങനെയല്ല, ആക്റ്റീവ് പാർട്ടിസിപ്പൻ്റ് ആണ്.
ടു ദ ലേണിംഗ് പ്രോസസ്സിങ് പ്രാഗ്മാറ്റിസം. ഇവിടെ എന്താ പറയുന്നത്, ആക്റ്റീവ് കോൺട്രിബ്യൂട്ടർ ആവണ്ട. ഇത് കുറച്ച് പ്രോബ്ലമാറ്റിക് ആണ്. കാരണം സ്റ്റുഡൻസിന് പലപ്പോഴും നമ്മൾ ശരിയായ ദിശ പറഞ്ഞു കൊടുക്കേണ്ടി വരും, സപ്പോർട്ട് ചെയ്യേണ്ടി വരും, അതുപോലെ തന്നെ സ്ട്രക്ചേർഡ് ഗൈഡൻസ് ഒക്കെ കൊടുക്കേണ്ടി വരും ടു അണ്ടർസ്റ്റാൻഡ് കോംപ്ലക്സ് ഐഡിയാസ്, അല്ലെങ്കിൽ ടു ഡെവലപ്പ് സോഷ്യൽ, ഇമോഷണൽ ആൻഡ് ഇൻ്റലക്ച്വൽ സ്കിൽസ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നാച്ചുറലിസം, ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻ ആൻഡ് മോറൽ എഡ്യൂക്കേഷനെ. ലിമിറ്റേഷൻസ് ഓഫ് നാച്ചുറലിസം ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് സൈഡ് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ഡിസ്റിഗാർഡ് ചെയ്യുന്നുണ്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻ ആൻഡ് മോറൽ എഡ്യൂക്കേഷൻ. അതായത് ഒരു കുട്ടി നാച്ചുറലി ലേൺ ചെയ്യട്ടെ, അവൻ്റേതായ രീതിയിൽ ബിഹേവ് ചെയ്യട്ടെ ത്രൂ ഹിസ് ഇൻട്രാക്ഷൻ വിത്ത് ദ എൻവയോൺമെൻറ്റ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ റിയാലിറ്റിയിൽ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു എത്തിക്കൽ മോറൽ വാല്യൂസ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തില്ലെങ്കിൽ, അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ, അവർ നാച്ചുറൽ എക്സ്പീരിയൻസിൽ നിന്ന് മാത്രം നേടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് ചിലപ്പോൾ അക്സെപ്റ്റബിൾ ആയിരിക്കണം എന്നുള്ളതില്ല. മൂന്നാമത് നാച്ചുറലിസം, സിഗ്നിഫിക്കൻസ് ഓഫ് കൾച്ചറൽ, ഹിസ്റ്റോറിക്കൽ ആൻഡ് സോഷ്യൽ നോളജിനെ ഓവർലുക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയാം. പ്രധാനമായിട്ടും നാച്ചുറലിസം എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്, നാച്ചുറൽ എക്സ്പീരിയൻസിലും അതുപോലെ തന്നെ സെൻസറി ലേണിങ്ങിലുമാണ്. അപ്പോൾ ഹ്യൂമാനിറ്റിയെക്കുറിച്ചുള്ള നോളജ്, അതുപോലെ തന്നെ അതാണ് പലപ്പോഴും ദ നോളജ് ഓഫ് ഹ്യൂമാനിറ്റിയാണ് പലപ്പോഴും ഒരു ട്രഡീഷണൽ എഡ്യൂക്കേഷൻ്റെ ബേസ് എന്ന് തന്നെ പറയുന്നത്. സച്ച് ആസ് ലിറ്ററേച്ചർ, ഹിസ്റ്ററി, ആർട്ട് ആൻഡ് ഫിലോസഫി, ഇതിനെയൊക്കെ കംപ്ലീറ്റ് നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒന്നാണ് നാച്ചുറലിസം. നാച്ചുറലിസം ഇൻഡിവിജ്വൽ ഫ്രീഡത്തിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതൊരു ലാക്ക് ഓഫ് സ്ട്രക്ചറിലേക്കും അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റിയിലേക്കും ഒക്കെ നയിക്കാം. അപ്പോൾ സ്റ്റുഡൻസിന് കംപ്ലീറ്റ് ഫ്രീഡം കൊടുത്താൽ ടു ലേൺ വാട്ട് എവർ ദേ വാണ്ട് വെനെവർ ദേ വാണ്ട്, അതൊരിക്കലും ഒരു നെസസറി ഡിസിപ്ലിനായോ അല്ലെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുകയോ ചെയ്യില്ല ടു ലേൺ എസെൻഷ്യൽ സബ്ജക്ട്സ് ഓർ ലൈഫ് സ്കിൽസ്. പിന്നെ മറ്റൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇന്നപ്ലിക്കബിലിറ്റിയാണ്. ഫോർമൽ എഡ്യൂക്കേഷൻ സിസ്റ്റംസിൽ ഒരിക്കലും അത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം മോഡേൺ സ്കൂൾസിന് ഒരു സ്ട്രക്ചേർഡ് കരിക്കുലം വേണം, ഇവാലുവേഷൻ മെത്തേഡ്സ് വേണം, ഗോൾ ഓറിയൻറ്റഡ് ടീച്ചിങ് മെത്തേഡ്സ് ഒക്കെ വേണം. നാച്ചുറലിസം എന്ന് പറയുന്നത് വളരെ ഇൻഫോർമലാണ്, എക്സ്പീരിയൻസ് ബേസ്ഡ് അപ്രോച്ചാണ്. അപ്പോൾ ഒരിക്കലും ഒരു ലാർജ് സ്കെയിൽ എഡ്യൂക്കേഷണൽ പ്ലാനിങ്ങിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നാച്ചുറലിസത്തിന് സാധിക്കില്ല. നാച്ചുറലിസം ഇൻ്റലക്ച്വൽ ആൻഡ് അബ്സ്ട്രാക്റ്റ് ആസ്പെക്ട്സ് ഓഫ് ലേണിങ്ങിനെ നെഗ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് റീസണിങ്, അനാലിസിസ്, തിയററ്റിക്കൽ നോളജ്. അത് ഹയർ എഡ്യൂക്കേഷന് വളരെയധികം ക്രൂഷ്യൽ ആയിട്ടുള്ള ഒന്നാണ്. നാച്ചുറലിസം ഒരു കുട്ടിയുടെ നേച്ചറിനെ കുറിച്ചും എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ നെഗ്ലക്റ്റ് ഓഫ് സ്ട്രക്ചേർഡ് ടീച്ചിങ്, മോറൽ ഗൈഡൻസ്, കൾച്ചറൽ ട്രാൻസ്മിഷൻ ആൻഡ് അക്കാദമിക് റിക്കവർ. ഒരു ബാലൻസ്ഡ് എഡ്യൂക്കേഷണൽ ഫിലോസഫിയാണ് നമുക്ക് വേണ്ടത്. ദാറ്റ് മസ്റ്റ് ഇൻ്റഗ്രേറ്റ് ദ സ്ട്രെങ്ത് ഓഫ് നാച്ചുറലിസം. നാച്ചുറലിസത്തിൽ നിന്ന് നല്ല കാര്യങ്ങൾ എടുത്തുകൊണ്ട് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ ഫിലോസഫിയാണ് നമുക്ക് വേണ്ടത്. ഇനി എഡ്യൂക്കേഷണൽ സോഷ്യോളജി, അതിൻ്റെ ഫങ്ഷൻസ്. അപ്പോൾ എഡ്യൂക്കേഷണൽ സോഷ്യോളജി ഒരു ബ്രാഞ്ച് ഓഫ് സോഷ്യോളജിയാണ്. ഇൻ്റർ റിലേഷൻ ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് ദ സൊസൈറ്റിയാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. ഹൗ ദേ ഇൻഫ്ലുവൻസ് ഈച്ച് അതർ. സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ദി എഡ്യൂക്കേഷനെ കുറിച്ച് ഇത് പഠിക്കുന്നുണ്ട്. എങ്ങനെയാണ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഫക്റ്റ് ആൻഡ് ആർ അഫക്റ്റഡ് ബൈ ദ സോഷ്യൽ സ്ട്രക്ചേഴ്സ്, റിലേഷൻഷിപ്സ്, നോംസ് ആൻഡ് കൾച്ചറൽ വാല്യൂസ് എന്നൊക്കെ നോക്കുന്നുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് ദ ലാർജർ സോഷ്യൽ എൻവയോൺമെൻ്റ് ആണ് നോക്കുന്നത്. പ്രൈമറി എയിം ഓഫ് എഡ്യൂക്കേഷണൽ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, സോഷ്യോളജിയുടെ പ്രിൻസിപ്പിൾസും മെത്തേഡ്സും ഒക്കെ എഡ്യൂക്കേഷൻ പ്രോസസ്സിനെ മനസ്സിലാക്കാൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പല ഫാക്ടേഴ്സും അത് അനലൈസ് ചെയ്യുന്നുണ്ട്. ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, സോഷ്യോ എക്കണോമിക് സ്റ്റേറ്റസ്, റിലീജിയൻ, ജെൻഡർ, കമ്മ്യൂണിറ്റി. ഇതൊക്കെ എങ്ങനെയാണ് ഒരു കുട്ടിയുടെ എക്സ്പീരിയൻസിനെയും എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസിനെയും ഔട്ട്കമ്മിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നും കൂടെ നോക്കുന്നുണ്ട്. ഇനി എഡ്യൂക്കേഷണൽ സോഷ്യോളജിയുടെ ഫങ്ഷൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എഡ്യൂക്കേഷൻ്റെ സോഷ്യൽ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡിങ് ദ സോഷ്യൽ കോണ്ടെക്സ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ. ഇവിടെ സോഷ്യോളജി എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു? എഡ്യൂക്കേഷണൽ സോഷ്യോളജി കുട്ടികളെയും അതുപോലെ ടീച്ചേഴ്സിനെയും എഡ്യൂക്കേറ്റേഴ്സിനെയും കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് മനസ്സിലാക്കുക, അവരുടെ സോഷ്യൽ ക്ലാസ്, കൾച്ചറൽ പ്രാക്ടീസസ്, ഫാമിലി ഡൈനാമിക്സ്. അതുപോലെ തന്നെ ദിസ് ഓൾസോ പ്രൊവൈഡ്സ് ആൻ അവയർനെസ് ടു ദ എഡ്യൂക്കേറ്റേഴ്സ് ടു മേക്ക് ലേണിംഗ് മോർ റിലവൻറ്റ് ആൻഡ് ഇൻക്ലൂസീവ്. പിന്നെ സോഷ്യലൈസേഷൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, സോഷ്യൽ ഇൻഇക്വാലിറ്റീസിനെ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്, കരിക്കുലം ഡെവലപ്മെൻ്റ് ഉണ്ട്, ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷണൽ പോളിസീസ് കൊണ്ടുവരുന്നുണ്ട്, നാഷണൽ ഇൻ്റഗ്രേഷൻ ആൻഡ് സോഷ്യൽ കൊഹഷനെ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എഡ്യൂക്കേഷണൽ സോഷ്യോളജി എന്ന് പറയുന്നത് ഇറ്റ് ആക്ട്സ് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് സൊസൈറ്റി. ബൈ അനലൈസിങ് ഹൗ സോഷ്യൽ ഫോഴ്സസ് ഷേപ്പ് എഡ്യൂക്കേഷൻ and vice versa, it helps to create a more equitable, that means equality based, inclusive and culturally aware educational system. Now discuss
ഇൻ ഡീറ്റെയിൽ ദ എഡ്യൂക്കേഷണൽ റോൾ ഓഫ് കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിയുടെ റോൾ എന്താണ്? ഇപ്പോൾ ഏജൻസീസ് ഓഫ് എഡ്യൂക്കേഷനിൽ വരുന്ന ഒന്നാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യനും റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടില്ല. ഇപ്പോൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു വൈറ്റൽ റോൾ തന്നെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഓഫ് ദി ഇൻഡിവിജ്വൽസിൽ പ്ലേ ചെയ്യുന്നുണ്ട്. വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ഏജൻസീസ് ഓഫ് എഡ്യൂക്കേഷൻ ഔട്ട്സൈഡ് ദ ഫോർമൽ ക്ലാസ് റൂമാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഇതൊരു സോഷ്യൽ ഗ്രൂപ്പാണ്. ഇതിൽ ഒരുപാട് പേഴ്സൺസ് ഉണ്ടാവും. ദേ വിൽ ബി ലിവിങ് ഇൻ കോപ്പറേഷൻ വിത്ത് ഈച്ച് അതർ. അവർ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടാവും. അതിൽ ഫാമിലീസ്, നൈബേഴ്സ്, ലോക്കൽ ഓർഗനൈസേഷൻസ്, റിലീജിയസ് ഗ്രൂപ്പ്സ്, കൾച്ചറൽ അസോസിയേഷൻസ് ആൻഡ് ലോക്കൽ ഗവൺമെൻറ് ബോഡീസ് ഇതെല്ലാം വരും. ഒരു റിയൽ ലൈഫ് എൻവയോൺമെൻറ്റ് ഫോർ ലേണിംഗ് വാല്യൂസ്, സ്കിൽസ്, ട്രഡീഷൻസ് ആൻഡ് പ്രാക്ടിക്കൽ നോളജൊക്കെ അവർക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കമ്മ്യൂണിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു എഡ്യൂക്കേഷണൽ റോൾ എന്താണെന്ന് പറഞ്ഞാൽ ഫോർമൽ എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്യുക, കോംപ്ലിമെൻറ്റ് ചെയ്യുക. കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് ഓർഗനൈസ് ചെയ്യാൻ, ലൈക്ക് കൾച്ചറൽ പ്രോഗ്രാംസ്, ഡിബേറ്റ്സ്, അവയർനെസ് ക്യാമ്പയിൻസ് ഇതൊക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ കുട്ടികളുടെ സോഷ്യൽ മോറൽ ഡെവലപ്മെൻറ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും അവർക്ക് ശ്രദ്ധിക്കാം. പിന്നെ കമ്മ്യൂണിറ്റി റിസോഴ്സസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം, ലൈബ്രറീസ്, മ്യൂസിയംസ്, പാർക്സ്, ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ്. കാരണം ഇതെല്ലാം ലേണിംഗ് എൻവയോൺമെൻറ്റ്സ് ആണ് ബിയോണ്ട് ദ ക്ലാസ് റൂം. പിന്നെ കമ്മ്യൂണിറ്റിയുടെ മറ്റൊരു റോൾ എന്ന് പറഞ്ഞാൽ വാല്യൂസ്, കസ്റ്റംസ് ആൻഡ് സോഷ്യൽ നോംസ് ഒക്കെ കുട്ടികളിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ എൽഡേഴ്സ്, പിയേഴ്സ്, റോൾ മോഡൽസുമായിട്ട് ഇൻഡിവിജ്വൽസിന് ഇൻട്രാക്ട് ചെയ്യാനും അതിലൂടെ പല വാല്യൂസ് ലൈക്ക് ഡിസിപ്ലിൻ, കോപ്പറേഷൻ, എമ്പതി ആൻഡ് റെസ്പെക്റ്റ് ഒക്കെ കുട്ടികൾക്ക് പഠിച്ചെടുക്കാനും പറ്റും. അപ്പോൾ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫെസ്റ്റിവൽസ്, റിച്വൽസ്, ലോക്കൽ പ്രാക്ടീസസിലും കൂടെ കൊടുക്കുന്ന ഒന്നാണ് കമ്മ്യൂണിറ്റി. ഒരാളുടെ ഐഡൻറ്റിറ്റിയെയും സോഷ്യൽ ബിഹേവിയറിനെയും ഷേപ്പ് ചെയ്യുന്ന ഒന്നും കൂടിയാണിത്. ഇനി റൂറൽ ആൻഡ് അണ്ടർ പ്രിവിലേജ്ഡ് ഏരിയാസിലാണെങ്കിൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് പലപ്പോഴും ഒരു പ്രൈമറി സോഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ ആയിരിക്കും. ചിലപ്പോൾ അവിടെ ആവശ്യത്തിന് സ്കൂളുകൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും അക്സസിബിൾ ആയിരിക്കില്ല. അപ്പോൾ പല വോളണ്ടിയേഴ്സ്, NGOs ആൻഡ് ലോക്കൽ ലീഡേഴ്സിനൊക്കെ ചേർന്ന് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? കുട്ടികളെ പഠിപ്പിക്കേണ്ടതായിട്ട് വരും, അഡൾട്ട് എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും, ഹെൽത്ത് ആൻഡ് ഹൈജീൻ അവയർനെസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ കമ്മ്യൂണിറ്റിക്ക് ഫങ്ഷനിങ് ഓഫ് ദ സ്കൂൾസിലൊരു ഡയറക്റ്റ് ഇൻഫ്ലുവൻസും ഉണ്ട്. സ്കൂൾ കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ ഇംപ്രൂവിങ് ദ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. പാരൻസ്, ഗാർഡിയൻസ് ആൻഡ് ലോക്കൽ ബോഡീസ് എല്ലാവരും ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം സ്കൂൾ അഫെയർസിൽ. പാരൻറ്റ് ടീച്ചർ അസോസിയേഷൻസ് ആൻഡ് സ്കൂൾ ഡെവലപ്മെൻറ്റ് കമ്മിറ്റീസ് ഒക്കെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അവർക്ക് റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യാനും ഒക്കെ പറ്റും. ഈ കമ്മ്യൂണിറ്റി ഹെൽപ്പ് ചെയ്യുന്നത് പ്രാക്ടിക്കൽ ആൻഡ് വൊക്കേഷണൽ ട്രെയിനിങ് ഓഫ് ലേണേഴ്സ്, ലോക്കൽ ആർട്ടിസൻസ്, ഓൺട്രപ്രണേഴ്സ്, പ്രൊഫഷണൽസ് ഇവർക്കെല്ലാം നോളജും സ്കിൽസും റിയൽ ലൈഫ് ആപ്ലിക്കേഷൻ എംപ്ലോയ്മെൻറ്റിന് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി ഷെയർ ചെയ്യാനായിട്ടൊക്കെ പറ്റും. അത് എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിനെയും ജോബ് റെഡിനെസ്സിനെയും ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കൊടുക്കും. അപ്പോൾ കമ്മ്യൂണിറ്റി എഫക്റ്റീവായിട്ട് എഡ്യൂക്കേഷന് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതുപോലെ തന്നെ സോഷ്യലി അവെയർ ആയിരിക്കണം, കോപ്പറേറ്റീവ് ആവണം, ഇൻക്ലൂസീവ് ആവണം. നെഗറ്റീവ് ഇൻഫ്ലുവൻസസും എന്ത് വരാം? ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തുനിന്ന് വരാം. ലൈക്ക് കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ വരാം, കൺസർവേറ്റീവിസം, റെസിസ്റ്റൻസ് ടു മോഡേൺ എഡ്യൂക്കേഷനൊക്കെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗത്ത് നിന്നും വരാം. അതെന്ത് ചെയ്യും? എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ തന്നെ ഹിൻഡർ ചെയ്യും അല്ലെങ്കിൽ തടസ്സപ്പെടുത്തും. കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു പവർഫുൾ ഏജൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. ഇമോഷണൽ, സോഷ്യൽ, മോറൽ ആൻഡ് പ്രാക്ടിക്കൽ ലേണിംഗ് എക്സ്പീരിയൻസസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഒരു കുട്ടി അത് ഷേപ്പ് ചെയ്യുന്നുണ്ട്, സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ എഡ്യൂക്കേഷനും റിയൽ ലൈഫും തമ്മിലുള്ള കണക്ഷനെയും അവിടെ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. ഇനി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ. ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതുകൊണ്ടാണ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ഫോർമൽ സ്കൂൾ സിസ്റ്റത്തിൻ്റെ പുറത്ത് നടക്കുന്ന എഡ്യൂക്കേഷനെയാണ് നമ്മൾ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് അൺസ്ട്രക്ചേർഡ് ആയിരിക്കും, സ്പോണ്ടേനിയസ് ആയിരിക്കും, ചില സമയത്ത് അൺഇൻറ്റൻഷനലും ആയിരിക്കാം. അപ്പോൾ ഡെയിലി ഇൻട്രാക്ഷൻസ് വിത്ത് ഫാമിലി, പിയേഴ്സ്, മീഡിയ ആൻഡ് എൻവയോൺമെൻറ്റ് ഇന്നോളൊക്കെ ആയിരിക്കും ഇത് നടക്കുന്നത്. അപ്പോൾ ഇൻഫോർമൽ എഡ്യൂക്കേഷനും വാല്യുബിൾ ആണ്, എസെൻഷ്യൽ ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെൻ്റ് ആണ്. പക്ഷേ അതിന് എന്തുണ്ട്? അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഫ്രീഡം ആണ്. അതായത് ഒരു റിജിഡായിട്ടുള്ള ഒരു കരിക്കുലമോ ഷെഡ്യൂളോ ഒന്നും ഇൻഫോർമൽ എഡ്യൂക്കേഷനിലില്ല. അവർക്ക് ഇഷ്ടമുള്ള, കുട്ടികൾക്ക് താല്പര്യമുള്ള ഇഷ്ടമുള്ള ടോപ്പിക്ക് അവരുടെ ഓൺ പേസിൽ, അവരുടെ ഓൺ സ്പീഡിൽ, അവരുടെ ക്യൂരിയോസിറ്റിക്കും അവരുടെ ആവശ്യത്തിനനുസരിച്ച് പഠിക്കാം. അതാണ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഫ്രീഡം. പിന്നെ ലേണിംഗ് ത്രൂ റിയൽ ലൈഫ് എക്സ്പീരിയൻസ്. ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ കുട്ടികൾ പഠിക്കുന്നത് ഒരു പക്ഷേ അല്ലെങ്കിൽ ലേണേഴ്സ് പഠിക്കുന്നത് എവറിഡേ സിറ്റുവേഷൻസിൽ നിന്നായിരിക്കാം, ചില കോൺവെർസേഷൻസിൽ നിന്നായിരിക്കാം, ചില ഒബ്സർവേഷൻസിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസിൽ നിന്നൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇവിടെ ലേണിംഗ് കുറച്ചും കൂടി പ്രാക്ടിക്കൽ ആൻഡ് റിലവൻ്റ് ആവുന്നു.
പിന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ സ്കിൽസ്. ഇപ്പോൾ ഇൻഫോർമൽ സെറ്റിങ്സിൽ ഫാമിലീസ് ഉണ്ട്, കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ പല വാല്യൂസ് ലൈക്ക് കോപ്പറേഷൻ, എംപതി, കമ്മ്യൂണിക്കേഷൻ, റെസ്പോൺസിബിലിറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ലേണേഴ്സിനെ ഹെൽപ്പ് ചെയ്യാം. പിന്നെ ഇത് കോസ്റ്റ് ഇഫക്റ്റീവാണ്. അതായത് ഫോമൽ എഡ്യൂക്കേഷനെ പോലെയല്ല ഇൻഫോർമൽ എഡ്യൂക്കേഷന് പ്രത്യേകിച്ച് ഫീസോ ക്ലാസ് റൂംസ് ആൻഡ് പ്രൊഫഷണൽ ടീച്ചേഴ്സൊന്നും വേണ്ട. ഇത് ഫ്രീ ആണ്, അതുപോലെ തന്നെ വൈഡ്ലി ആക്സസിബിളും ആണ്. പ്രൊമോട്ട്സ് ലൈഫ് ലോങ് ലേണിംഗ്. ഇൻഫോർമൽ എഡ്യൂക്കേഷൻ ലൈഫ് ലോങ് ലേണിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാണ് ബിയോണ്ട് ദ സ്കൂൾ ഇയേഴ്സ്. ഇപ്പോൾ ഇൻഡിവിജ്വൽസിന് കണ്ടിന്യൂസ് ആയിട്ട് നോളജും സ്കിൽസും ഒക്കെ ഗെയിൻ ചെയ്യാം ത്രൂ റീഡിങ്, മീഡിയ, ഹോബീസ് ആൻഡ് വർക്ക്. മറ്റൊന്ന് പേഴ്സണലൈസ്ഡ് ലേണിംഗ് ആണ്. നമുക്ക് ആരിൽ നിന്നാണോ പഠിക്കേണ്ടത്, എന്തിൽ നിന്നാണോ പഠിക്കേണ്ടത്, അതിൻ്റെ ഡയറക്റ്റ് അറ്റൻഷനും അഡാപ്റ്റ് ലേണിങ്ങും ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ബേസ്ഡ് ഓൺ ദ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ്. ഇത് കുറച്ചും കൂടെ ഇഫക്റ്റീവ് ആണ് ഫോർ ദാൻ ഫോമൽ ഇൻസ്ട്രക്ഷൻ. ഇനി അടുത്തത് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ. ഇതിനൊരു പ്രത്യേകിച്ചൊരു സ്ട്രക്ചർ ഇല്ല, ഒരു പർട്ടിക്കുലർ കരിക്കുലം ഇല്ല. അതെന്താണ്? ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ അൺബാലൻസ്ഡ് നോളജ് ക്രിയേറ്റ് ചെയ്യാം. സർട്ടിഫിക്കേഷനില്ല. അപ്പോൾ ഇൻഫോർമൽ ലേണിംഗ് ഒഫീഷ്യലി റെക്കഗ്നൈസ്ഡ് അല്ലാത്തത് കൊണ്ട് തന്നെ സർട്ടിഫിക്കേഷനോ ഡിഗ്രീസോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു എംപ്ലോയ്മെൻറ്റ് സാധ്യതയൊന്നും അതിലില്ല. പിന്നെ ഇൻകൺസിസ്റ്റൻസി ഇൻ ക്വാളിറ്റി. ഇൻഫോർമൽ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നതിന് സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ്. നമ്മുടെ പാരൻസ് ആണോ, പിയർ ഗ്രൂപ്പ് ആണോ, മീഡിയ ആണോ എന്നുള്ളതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ഫാൾസ് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ മിസ് ഇൻഫോർമേഷനൊക്കെ കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. ഇതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. കാരണം അത് എല്ലാ അക്കാദമിക് സബ്ജക്ട്സിനെയും കവർ ചെയ്യുന്ന ഒന്നായിരിക്കണമെന്നില്ല. പിന്നെ മോട്ടിവേഷൻ ഉണ്ടാവില്ല. ഇപ്പോൾ എക്സാംസോ അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് പ്രോഗ്രസ്സോ ഒന്നും ഇല്ലാത്തത് കാരണം തന്നെ ലേണേഴ്സിന് അത് പഠിക്കണമെന്നോ ലേൺ ചെയ്യണമെന്നോ ഉള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാവണമെന്നില്ല. പിന്നെ നെഗറ്റീവ് എൻവയോൺമെൻറ്റിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് വരാം. നെഗറ്റീവ് ഇൻഫ്ലുവൻസസ് സച്ച് ആസ് പിയർ പ്രഷർ, സോഷ്യൽ ബയസസ്, ഹാംഫുൾ മീഡിയ കണ്ടൻ്റ് ഒക്കെ അവരുടെ ബിഹേവിയറിനെയും മൈൻഡ് സെറ്റിനെയും നെഗറ്റീവ്ലി ഷേപ്പ് ചെയ്യാം. അപ്പോൾ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റോള് തന്നെ പ്ലേ ചെയ്യുന്നുണ്ട് ഇൻ ഷേപ്പിംഗ് ബിഹേവിയർ, വാല്യൂസ് ആൻഡ് പ്രാക്ടിക്കൽ സ്കിൽസ്. പക്ഷെ അതൊരിക്കലും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഒരു അക്കാദമിക് ട്രിഗറുള്ള ഫോമൽ എഡ്യൂക്കേഷനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. ഒരു ബാലൻസ്ഡ് കോമ്പിനേഷൻ ഓഫ് ബോത്ത് ആണ് ഐഡിയൽ ഫോർ ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ്. ഇനി 2 essay ക്വസ്റ്റ്യൻസ് ആണ്. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ കർബിംഗ് സോഷ്യൽ ലെവൽസ് ലൈക്ക് കറപ്ഷൻ, ഡ്രഗ് അബ്യൂസ് ആൻഡ് വയലൻസ് അഗൈൻസ്റ്റ് മൂവ്മെൻറ്റ്. ഈ 3 ടോപ്പിക്സ് ആണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ എഡ്യൂക്കേഷൻ എങ്ങനെയാണ്, ആദ്യത്തെ പാരഗ്രാഫിൽ പറയുക എഡ്യൂക്കേഷൻ എങ്ങനെയാണ് ഒരു പവർഫുൾ ടൂൾ, അതെങ്ങനെയാണ് ഇൻഡിവിജ്വൽസിനെയും സൊസൈറ്റീസിനെയും ട്രാൻസ്ഫോം ചെയ്യുന്നത്, എങ്ങനെയാണത് ഹ്യൂമൻ ബിഹേവിയറിനെ ഷേപ്പ് ചെയ്യുന്നത്, മോറൽ വാല്യൂസിനെ പ്രൊമോട്ട് ചെയ്യുന്നത്, ഹൗ ഇറ്റ് ഈസ് ബിൽഡിംഗ് എ ജസ്റ്റ് നീതിപൂർവമായിട്ടുള്ള, ഇക്വിറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കീ വെപ്പണാണ്. ടു കർബ് മീൻസ് അടിച്ചമർത്തുക. to curb the social evils such as corruption, drug abuse and violence against women. ഈ ഇഷ്യൂസ് ഭയങ്കര ഡീപ്ലി റൂട്ടഡ് ആണ്. ഇനി അവർ എന്തൊക്കെയാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ? ഇഗ്നോറൻസ്, ലാക്ക് ഓഫ് അവയർനെസ്, poor value systems and also societal apathy. ഇതെല്ലാം ഇഫക്റ്റീവ് എഡ്യൂക്കേഷനിലൂടെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞൊരു കോട്ടുണ്ട്, എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദി പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ. ഇത് തന്നെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു ഇൻഡിവിജ്വലിൻ്റെ എത്തിക്കൽ ആൻഡ് മോറൽ സെൻസിനെ ഡെവലപ്പ് ചെയ്യാനുള്ള പവറുണ്ട്. അപ്പോൾ ഈ റൈറ്റ് വാല്യൂസ് ഒരാൾക്ക് ഏർലി ചൈൽഡ്ഹുഡിൽ നിന്ന് തന്നെ കിട്ടുകയാണ് ത്രൂ എഡ്യൂക്കേഷൻ എങ്കിൽ അവർക്ക് ഇൻറ്റഗ്രിറ്റിയും റെസ്പോൺസിബിൾ സിറ്റിസൺഷിപ്പും ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി കർബിംഗ് കറപ്ഷൻ, ഇപ്പോൾ ആദ്യത്തെ പോയിന്റ് ആയിട്ടുള്ള കറപ്ഷനിലേക്ക് പോവുക. കറപ്ഷൻ എന്താണ്, എങ്ങനെയാണ് വന്നത്, അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ കറപ്ഷനെതിരെ എങ്ങനെയാണ് എഡ്യൂക്കേഷൻ പൊരുത്തുന്നത്? എഡ്യൂക്കേഷൻ ഈ കറപ്ഷനെ കൗണ്ടർ ചെയ്യാൻ പറ്റുന്നത് സിവിക് റെസ്പോൺസിബിലിറ്റി, എത്തിക്സ്, ഓണസ്റ്റി പഠിപ്പിക്കുക, ലോയിനെ കുറിച്ച് അവയർനെസ് കൊടുക്കുക, കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ്, അതുപോലെ തന്നെ കറപ്റ്റ് ബിഹേവിയറിൻ്റെ കോൺസിക്വൻസസിനെ കുറിച്ച് പറയാം. എപ്പോഴും ട്രാൻസ്പെറൻസി ആൻഡ് ഇൻറ്റഗ്രിറ്റി അവരുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എൻകറേജ് ചെയ്യാം. ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാം, ടു ക്വസ്റ്റ്യൻ അൺഫെയർ പ്രാക്ടീസസ്. ഇപ്പോൾ APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്, ഇഫ് എ കൺട്രി ഇസ് ടു ബി കറപ്ഷൻ ഫ്രീ ആൻഡ് ബിക്കം എ നേഷൻ ഓഫ് ബ്യൂട്ടിഫുൾ മൈൻഡ്സ്, ഐ സ്ട്രോങ്ലി ഫ്രീ ദർ ആർ 3 key societal members who can make a difference. They are the father, the mother and the teacher. അതായത് ഒരു രാജ്യം കറപ്ഷൻ ഫ്രീ ആവണം, അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ മൈൻഡ്സ് ഉള്ള ഒരു നേഷൻ ആവണമെങ്കിൽ അദ്ദേഹം വിചാരിക്കുന്നത് 3 സൊസൈറ്റൽ മെമ്പേഴ്സിനാണ് ഈ ഒരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് പറ്റുന്നത്. സൊസൈറ്റിയുടെ മെമ്പേഴ്സിന് അതാരൊക്കെയാണ്? ഫാദർ, ദ മദർ ആൻഡ് ദ ടീച്ചർ. ഈ കോട്ട് അങ്ങനെ വേണമെങ്കിലും എഴുതാം, അല്ലെങ്കിൽ ഐഡിയ വേണമെങ്കിലും എഴുതാം. ഇവിടെ
ഫോമൽ ആൻഡ് ഇൻഫോർമൽ എഡ്യൂക്കേഷന് ഒരു കറപ്ഷൻ ഫ്രീ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഈക്വൽ റോൾ ഉണ്ടെന്നുള്ളതാണ് ഈ ഒരു കോട്ടിലൂടെ വ്യക്തമാക്കുന്നത്. ഇനി പ്രിവെൻറ്റിങ് ഡ്രഗ് അബ്യൂസ് ത്രൂ എഡ്യൂക്കേഷൻ. ഇപ്പോൾ ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്നത് ഒരു ഗ്രോയിങ് കൺസേൺ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഓഫൺ ലിങ്ക്ഡ് ടു പിയർ പ്രഷർ. കൂടെയുള്ള ആളുകളുടെ പ്രഷർ കൊണ്ടായിരിക്കാം പലപ്പോഴും ഡ്രഗ് അബ്യൂസിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഗൈഡൻസ് ഇല്ലായ്മ, ഇമോഷണൽ ഇഷ്യൂസ്, ഇഗ്നോറൻസ് ഒക്കെയാണ് ഇതിലേക്ക് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ ഇതിനെതിരെല്ലാം കോമ്പാക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, ലൈഫ് സ്കിൽസ് എഡ്യൂക്കേഷൻ കൊടുക്കുക, സ്പോർട്സ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആൻഡ് കൗൺസിലിംഗ് ഒക്കെ കൊടുക്കാം. പിന്നെ വരുന്നത് സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് കൺട്രോൾ. പിന്നെ ഇത്തരം ടെംപ്റ്റേഷൻസ് വന്നാലും അതിനെതിർത്ത് നിൽക്കാനുള്ള എതിർത്ത് എങ്ങനെ നിൽക്കണം എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്നതും വളരെ നല്ലതായിരിക്കും. ഇനി വയലൻസ് അഗെയിൻസ്റ്റ് വുമൺ മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്, നമ്മളുടെ ഇന്ത്യൻ സൊസൈറ്റി ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി ആയതുകൊണ്ട് തന്നെ സ്ത്രീകളെ ഉപദ്രവിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു മെക്കാനിസം ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു ബോഡി ആയിട്ടാണ്, ജസ്റ്റ് ഒരു ബോഡി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ജെൻഡർ സെൻസിറ്റിവിറ്റി, ഇക്വാലിറ്റി തുടങ്ങിയ കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യാം. എല്ലാ വിദ്യാർത്ഥികളോടും മനുഷ്യരെ ബഹുമാനിക്കും. സ്ത്രീകളെ എന്തുകൊണ്ട് ബഹുമാനിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം വയലൻസ് കൂടുതലായിട്ടും സ്ത്രീകൾക്കെതിരെ വരുന്നത് കൊണ്ടാണ്. പക്ഷെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ സ്ത്രീയാണേലും പുരുഷനാണേലും റെസ്പെക്റ്റ് ചെയ്യണം. മ്യൂച്വൽ കൺസേൺ, ഡിഗ്നിറ്റി, സേഫ്റ്റി ഒക്കെ നോക്കണം. പിന്നെ ഗേൾസിന് അവരുടെ ലീഗൽ റൈറ്റ്സ്, അതുപോലെ തന്നെ സെൽഫ് ഡിഫെൻസ്, എംപവർമെൻറ്റിനെ കുറിച്ചൊക്കെ പറയാം. ഇപ്പോൾ ട്രഡീഷണൽ മൈൻഡ് സെറ്റ്സ് ഒക്കെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വുമണിനെ നമുക്ക് ടീച്ച്. ഇപ്പോൾ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു എഡ്യൂക്കേറ്റ് എ മാൻ യു എഡ്യൂക്കേറ്റ് ആൻ ഇൻഡിവിജ്വൽ, ബട്ട് ഇഫ് യു എഡ്യൂക്കേറ്റ് എ വുമൺ യു എഡ്യൂക്കേറ്റ് എ ഫാമിലി. നീ ഒരു പുരുഷനെയാണ് എഡ്യൂക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരു വ്യക്തിയെ മാത്രമാണ്, ആ ഒരു വ്യക്തിയെ മാത്രമായിരിക്കാം എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഒരു സ്ത്രീയെ എഡ്യൂക്കേറ്റ് ചെയ്യുമ്പോൾ യു ആർ എഡ്യൂക്കേറ്റിംഗ് എ ഫാമിലി എന്നുള്ളതാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ ആ സ്ത്രീകളുടെ കേസിൽ ആ സ്ത്രീയെ മാത്രമല്ല, പക്ഷേ ഫ്യൂച്ചർ ജനറേഷൻസിൻ്റെ മൈൻഡ് സെറ്റിനെ പോലും മാറ്റുന്ന രീതിയിൽ വരാമെന്നാണ് പറയുന്നത്. ഇനി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ആൻഡ് മോറൽ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വാല്യൂ ഓറിയൻറ്റഡ് ആയിരിക്കണം, മോറൽ എഡ്യൂക്കേഷൻ, പീസ് എഡ്യൂക്കേഷൻ, ഇതെല്ലാം വരണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ യുനെസ്കോ എഡ്യൂക്കേഷനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? എ ഫണ്ടമെൻ്റൽ ഹ്യൂമൻ റൈറ്റ് ആൻഡ് എസെൻഷ്യൽ ഫോർ ദ എക്സസൈസ് ഓഫ് ഓൾ ഹ്യൂമൻ റൈറ്റ്സ്. നമുക്ക് മനുഷ്യർ എന്ന നിലയിലുള്ള എല്ലാ അവകാശങ്ങളും നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അത് വളരെ എസെൻഷ്യലാണ്. അതൊരു ഫണ്ടമെൻ്റൽ ഹ്യൂമൻ റൈറ്റ് ആണ്. പക്ഷെ മറ്റെല്ലാ മനുഷ്യ അവകാശങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എഡ്യൂക്കേഷൻ. ഇത് ഇൻക്ലൂസീവ് ആയിരിക്കണം, ഇക്വിറ്റബിൾ ആയിരിക്കണം, ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആയിരിക്കണം. ഇനി എന്താണ് ടീച്ചേഴ്സിൻ്റെ റോൾ എന്ന് പറയുന്നത്? കീ ഏജൻറ്റ്സ് ഓഫ് വാല്യൂ ട്രാൻസ്മിഷനാണ്. അവരുടെ ദ മസ്റ്റ് മോഡൽ എത്തിക്കൽ ബിഹേവിയർ, ഫെയർനെസ് ആൻഡ് റെസ്പെക്ട്. ഇപ്പോൾ ഇൻട്രാക്റ്റീവ് മെത്തേഡ്സ് ലൈക്ക് സ്റ്റോറി ടെല്ലിംഗ്, റോൾ പ്ലേ, ഡിബേറ്റ്സ്, ഗ്രൂപ്പ് ഡിസ്കഷൻസ്, റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഒക്കെ അവർക്ക് ഉപയോഗിക്കാം. അപ്പോൾ സ്കൂൾസിൽ കൗൺസിലിംഗ് സർവീസസ് വേണം, ആൻറ്റി ബുള്ളിയിങ് കമ്മിറ്റീസ് വേണം, ഡ്രഗ് ഫ്രീ ആൻഡ് സേഫ് സ്കൂൾ ഇനിഷ്യേറ്റീവ്സ് വേണം, പിന്നെ ജെൻഡർ സെൻസിറ്റൈസേഷൻ വർക്ക്ഷോപ്സ് വേണം, പിന്നെ NCC, NSS, സ്കൗട്ട്സ്, ഗൈഡ്സ് ഇതുപോലത്തെയുള്ള കുട്ടികളുടെ കൂട്ടായ്മകളും നമുക്ക് എന്തിനു വേണ്ടി യൂസ് ചെയ്യാം? പല തരത്തിലുള്ള ഇത്തരത്തിലുള്ള സോഷ്യൽ ലെവൽസിനെ കപ്പ് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. കൺക്ലൂഡ് ചെയ്യാവുന്നത് നെൽസൺ മണ്ടേല പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ വിച്ച് യു ക്യാൻ യൂസ് ടു ചേഞ്ച് ദ വേൾഡ് എന്നുള്ളതാണ് പറയാനുള്ളത്. ഇൻക്ലൂസീവ് ആക്കുക, ആക്ഷൻ ഓറിയൻറ്റഡ് ആക്കുക. ഇനി ഇസ്ലാമിക് എഡ്യൂക്കേഷൻ വിത്ത് സ്പെസിഫിക് റെഫറൻസ് ടു ദി എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ, കരിക്കുലം ആൻഡ് ദ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ആൻഡ് ദ റോൾ ഓഫ് എ ടീച്ചർ. ഇപ്പോൾ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ കോംപ്രിഹെൻസീവ് സിസ്റ്റമാണ്. ഇവർ എയിം ചെയ്യുന്നത് ടു ഡെവലപ്പ് ദ ഹോൾ പേഴ്സണാലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ സ്പിരിച്വലി, മോറലി ആൻഡ് ഓൾസോ ഇൻ്റലക്ച്വലി. അപ്പോൾ ഇത് ഇസ്ലാമിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഖുറാനും അതുപോലെ തന്നെ ഹാദിത്തും, അതായത് സെയിങ്സ് ഓഫ് ദി പ്രോഫറ്റ് മുഹമ്മദിനെയും ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇതൊരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല, പക്ഷെ ഒരു കംപ്ലീറ്റ് വേൾഡ് വ്യൂ റൂട്ടഡ് ഇൻ ഇസ്ലാമിക് വാല്യൂസ്, എത്തിക്സ് ആൻഡ് ലൈഫ് പർപ്പസ് ആണ്. ഇനി ഇതിൽ ഇസ്ലാമിക് എഡ്യൂക്കേഷനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ നോട്ട്സിൽ ഗോ ത്രൂ ചെയ്യുക, അപ്പോൾ അതിലൂടെ നിങ്ങൾക്കത് മനസ്സിലാവും. കാര്യം ഞാൻ ഇത് ഫുള്ള് വായിക്കുന്നില്ല, ഇത് അതിൽ കുറേ റിലീജിയസ് ആയിട്ടുള്ള ടേംസും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഇസ് എ ഡിഫിക്കൽട്ട് തിങ്. അതുകൊണ്ട് തന്നെ ഐ എം ലീവിങ് അപ്പ് ടു യു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ ഒന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു. ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് വെസ്റ്റേൺ ഫിലോസഫിക് സ്കൂളാണ് സെൽഫ് എക്സ്പ്രഷനെ എയിം ഓഫ് എഡ്യൂക്കേഷനായിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഇപ്പോൾ 3 നമുക്ക് പഠിക്കാനുള്ളൂ: ഐഡിയലിസം, പ്രാഗ്മാറ്റിസം ആൻഡ് നാച്ചുറലിസം. അപ്പോൾ ഡെഫിനറ്റ്ലി സെൽഫ് എക്സ്പ്രഷനെ കൂടുതൽ എംഫസൈസ് ചെയ്യുന്നത് ദ നാച്ചുറലിസ്റ്റിക് സ്കൂൾ ഓഫ് ഫിലോസഫിയാണ്. സെൽഫ് എക്സ്പ്രഷനാണ് എയിം ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ് അവർ കൺസിഡർ ചെയ്യുന്നത്.
ഇവർ എംഫസൈസ് ചെയ്യുന്നത് ഫ്രീ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ചൈൽഡ് അക്കോർഡിംഗ് ടു ദെയർ ഓൺ നേച്ചർ വിത്തൗട്ട് എക്സ്റ്റേണൽ കൺട്രോൾ. അതായത് പുറത്തുനിന്ന് യാതൊരുവിധ കൺട്രോളും ഇല്ലാത്ത ഒരു കുട്ടി അവളുടെ തനത് രീതിക്ക് വളരട്ടെ എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഏത് ബ്രാഞ്ച് ഓഫ് ഫിലോസഫിയാണ് തിയറി ഓഫ് വാല്യൂസുമായിട്ട് ഡീൽ ചെയ്യുന്നത്? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ചും കൂടെ വേറൊരു രീതിയിലാണ് ഈ ഒരു പേപ്പറിൽ ചോദിച്ചിരിക്കുന്നത്. ഒരു റെഗുലർ ഒരു ഡയറക്റ്റ് മെത്തേഡല്ല. അതായത് ഇങ്ങനെ ഡീൽ ചെയ്യുന്ന തിയറി ഓഫ് വാല്യൂസുമായിട്ട് ഡീൽ ചെയ്യുന്നത് ആക്സിയോളജിയാണ്. ഇതിൽ 2 സബ്സെറ്റാണ് വരുന്നത്. ഒന്ന് എത്തിക്സ്, മോറൽ വാല്യൂസ്. രണ്ടാമത്തത് എസ്തെറ്റിക്സ്, ദാറ്റ് മീൻസ് ദ ആർട്ടിസ്റ്റിക് ഓർ ബ്യൂട്ടി റിലേറ്റഡ് വാല്യൂസ്. ഇനി വാട്ട് ഈസ് ദ ഇന്ത്യൻ കോൺസെപ്റ്റ് ഓഫ് ഫിലോസഫി? ഇന്ത്യൻ കോൺസെപ്റ്റ് ഓഫ് ഫിലോസഫിയെ ദർശന എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ദർശനം ഓർ ദർശന. ഇത് സ്പിരിച്വൽ ആണ്, ഹോളിസ്റ്റിക് ആണ്, സെൽഫ് റിയലൈസേഷൻ, ലിബറേഷൻ, യൂണിറ്റി ഓഫ് നോളജ്, ആക്ഷൻ ആൻഡ് ഡിവോഷൻ ഒക്കെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. ഹു പ്രൊപ്പോസ്ഡ് ദാറ്റ് എഡ്യൂക്കേഷൻ ഈസ് എ ബൈപോളാർ പ്രോസസ്? പ്രൊപ്പോസ് ചെയ്തത് ജോൺ ഡുവി ആണ്. ഹി വ്യൂഡ് എഡ്യൂക്കേഷൻ ആസ് എൻ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ടീച്ചർ ആൻഡ് ദ ലേണർ ആൻഡ് ബോത്ത് ഷുഡ് ആക്റ്റീവ്ലി കോൺട്രിബ്യൂട്ട് ടു ദ ലേണിംഗ് പ്രോഗ്രസ്. വാട്ട് ഈസ് ദ സബ്ലൈം എയിം ഓഫ് എഡ്യൂക്കേഷൻ അക്കോർഡിംഗ് ടു ബുദ്ധിസം? ബുദ്ധിസം പറയുന്നത് എയിം ഓഫ് എഡ്യൂക്കേഷൻ എന്താണ്? അറ്റൈൻമെൻറ്റ് ഓഫ് നിർവാണ. ജൈനിസം പറയുന്നത് അറ്റൈൻമെൻറ്റ് ഓഫ് മോക്ഷ. ഇന്ത്യൻ ഫിലോസഫി എന്താണ് പറയുന്നത്? അറ്റൈൻമെൻറ്റ് ഓഫ് മോക്ഷ. നിർവാണ മീൻസ് ഇവിടെ നിർവാണയും മോക്ഷയും ഡിഫറൻസ് ആണ്. നിർവാണ എന്ന് പറഞ്ഞാൽ ലിബറേഷൻ ഫ്രം സഫറിങ് ആൻഡ് ദ സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്. ഓക്കെ, മോക്ഷത്തിൻ്റെ കാര്യത്തിൽ ലിബറേഷൻ ഫ്രം സഫറിങ് ഇല്ല, ബട്ട് ദ എസ്കേപ്പ് ഫ്രം സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്. ആൻഡ് ഓൾസോ ദ യൂണിറ്റി അല്ലെങ്കിൽ ഇൻ ദ എന്താ പറയുക, കൊളാബിയ എന്നല്ല പറയാം, ഒന്നാവുക വിത്ത് ആത്മൻ്റെയും ബ്രഹ്മൻ്റെയും ഒന്നിച്ചു ചേരൽ, കൂടിച്ചേരലിനെയാണ് മോക്ഷത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ എത്തിക്കൽ കോണ്ടക്ട്, വിസ്ഡം, മെൻ്റൽ ഡിസിപ്ലിനിലൂടെയൊക്കെ ഇത് അച്ചീവ് ചെയ്യാം. ഇനി എക്സാമ്പിൾസ് ഓഫ് ഇൻഫോർമൽ ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ, അതായത് 2 എക്സാമ്പിൾസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ചൈൽഡ് ലേണിംഗ് ഗുഡ് മാനേഴ്സ്, നമ്മുടെ ചുറ്റുപാടിൽ നിന്നും നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടും കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഒക്കെ മനസ്സിലാക്കി പഠിക്കുന്നതിനാണ് ഇൻഫോർമൽ എന്ന് പറയാം. ലേണിംഗ് ഗുഡ് മാനേഴ്സ് ഫ്രം പാരൻസ് അറ്റ് ഹോം, ലേണിംഗ് കൾച്ചറൽ പ്രാക്ടീസസ് ബൈ ഒബ്സർവിങ് കമ്മ്യൂണിറ്റി ട്രഡീഷൻസ് ആൻഡ് ഫെസ്റ്റിവൽസ്. ഇത് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ 2 എക്സാമ്പിൾസ് ആണ്. ഇനി ചൈൽഡ് സെൻറ്റേഡ് ആൻഡ് ലൈഫ് സെൻറ്റേഡ് എഡ്യൂക്കേഷൻ എന്താണെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ചൈൽഡ് സെൻറ്റേഡ് എഡ്യൂക്കേഷൻ ആസ് എ ലേണർ ഒരു ചൈൽഡിൻ്റെ ഇൻട്രസ്റ്റും നീഡ്സും ഡെവലപ്മെൻറ്റ് ഓഫ് ദ ചൈൽഡ് ഒക്കെ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ആക്ടിവിറ്റീസ്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, സെൽഫ് ഡിസ്കവറി ഒക്കെ ഉണ്ടാവും. ടീച്ചറിന് ഇവിടെ ഫെസിലിറ്റേറ്ററിൻ്റെ റോളാണ് റാദർ ദാൻ എൻ അതോറിറ്റി. കണ്ടൻറ്റും മെത്തേഡ്സും ഒക്കെ ലേണറിൻ്റെ പേസ് ആൻഡ് ക്യൂരിയോസിറ്റിക്ക് അനുസരിച്ചിട്ടായിരിക്കും. ലൈഫ് സെൻറ്റേഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യുന്നത് റിയൽ ലൈഫ് എക്സ്പീരിയൻസസ് ആണ് ആൻഡ് പ്രിപ്പയറിംഗ് ദ ചൈൽഡ് ടു ഫേസ് ദ ലൈഫ് ചലഞ്ചസ്. ഇവിടെ കൂടുതലും പ്രാക്ടിക്കൽ നോളജ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് വാല്യൂസ് നീഡഡ് ഫോർ കമ്മ്യൂണിറ്റി ലിവിംഗ് ഒക്കെയാണ് വരിക. അപ്പോൾ ചൈൽഡ് സെൻറ്റേഡ് എഡ്യൂക്കേഷൻ കുട്ടിയാണ് കോറിലെങ്കിൽ ലൈഫ് സെൻറ്റേഡ് എഡ്യൂക്കേഷനിൽ കണക്ട് ചെയ്യുന്നത് സൊസൈറ്റിയുമായിട്ടുള്ള ഒരു കണക്ഷനെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഇനി ക്രിട്ടിക്കലി എക്സാമിൻ ദ കരിക്കുലം ഓഫ് പ്രാഗ്മാറ്റിക് ഫിലോസഫി. പ്രാഗ്മാറ്റിക് ഫിലോസഫി കുറച്ചും കൂടെ ഡൈനാമിക്, ഫ്ലെക്സിബിൾ ആൻഡ് എക്സ്പീരിയൻസ് ബേസ്ഡ് കരിക്കുലമാണ്. ഒരു ഫിക്സഡ് സബ്ജക്റ്റ് സെൻറ്റേഡ് കരിക്കുലം ഇവിടെ ഇല്ല. അതുപോലെ തന്നെ ഇവർ പ്രൊമോട്ട് ചെയ്യുന്ന ലേണിംഗ് ബൈ ഡൂയിങ് ആണ്. അപ്പോൾ സബ്ജക്ട്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അവരുടെ റെലവൻസ് ടു റിയൽ ലൈഫ് സിറ്റുവേഷൻ ആൻഡ് സോഷ്യൽ യൂസ്ഫുൾനെസ് അനുസരിച്ചിട്ടാണ്. പ്രോബ്ലം സോൾവിങ്, പ്രോജക്ട്സ്, എക്സ്പെരിമെൻറ്റേഷൻസ് ഒക്കെയാണ് ഇവിടെ ലേണേഴ്സിന് കൂടുതലായിട്ട് കൊടുക്കുക. അപ്പോൾ ക്രിട്ടിക്സ് പറയുന്ന ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ഉള്ളത് തന്നെ കൊണ്ട് തന്നെ ഇവിടെ ഒരു ലാക്ക് ഓഫ് സ്ട്രക്ചർ ആൻഡ് അക്കാദമിക് ഡെപ്ത് ഉണ്ടാവില്ല എന്നുള്ളത്. അതുപോലെ തന്നെ ഈ തിയററ്റിക്കൽ നോളജിനെ നെഗ്ലക്റ്റ് ചെയ്യുന്നത്, പ്രാക്ടിക്കൽ ആസ്പെക്ട്സിന് വേണ്ടി തിയററ്റിക്കൽ നോളജിനെ നെഗ്ലക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഫുൾ ലേണിംഗ് അവിടെ നടക്കില്ല. ക്രിട്ടിക്കൽ തിങ്കിങ്, അഡാപ്റ്റബിലിറ്റി ആൻഡ് ഡെമോക്രാറ്റിക് വാല്യൂസ് ഡെവലപ്പ് ചെയ്യാൻ പ്രാഗ്മാറ്റിക് കരിക്കുലം എന്ത് തന്നെയാണെങ്കിലും വളരെ ഹെൽപ്ഫുള്ളാണ്. റോൾ ഓഫ് ഫാമിലി ഇൻ സോഷ്യലൈസിങ് എ ചൈൽഡ്, അതായത് ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏജൻറ്റ് ഓഫ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഫാമിലിയാണ്. ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി, വാല്യൂസ്, ലാംഗ്വേജ്, ബിഹേവിയർ ബർത്തിൽ നിന്ന് തന്നെ ഷേപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ പാരൻസും സിബ്ലിങ്സും കൊടുക്കുന്ന ഇമോഷണൽ സപ്പോർട്ട്, മോറൽ ഗൈഡൻസ്, ബേസിക് നോംസ് ഓഫ് ലിവിങ് ഒക്കെയാണ്. ഇതിലൂടെയൊക്കെയാണ് ഒരു കുട്ടി എന്ത് ചെയ്യുന്നത്? റോൾസ്, റെസ്പോൺസിബിലിറ്റീസ്, ജെൻഡർ എക്സ്പെക്റ്റേഷൻസ്, കൾച്ചറൽ ട്രഡീഷൻസിനെയൊക്കെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ഫാമിലിയാണ് ഒരു കുട്ടിക്ക് ഡിസിപ്ലിൻ, കോപ്പറേഷൻ ആൻഡ് സോഷ്യൽ ഐഡൻറ്റിറ്റി തുടങ്ങിയ വാല്യൂസ് ആദ്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പുറത്ത് പോയി കുട്ടിയുടെ പല ബിഹേവിയറും ഓൾറെഡി ഫാമിലിയിൽ നിന്നും ഫോം ചെയ്തിട്ടാണ് കുട്ടി പുറത്ത് പോയിട്ടുള്ള ഇൻട്രാക്ഷൻ നടക്കുന്നത്. പിന്നെ ഇപ്പോൾ സ്കൂളിൽ പോകുകയാണെങ്കിലും അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഒരു ഭാഗമാണെങ്കിലും. എഡ്യൂക്കേഷണൽ ക്വസ്റ്റ്യൻസ് ആർ അൾട്ടിമേറ്റ്ലി ക്വസ്റ്റ്യൻസ് ഓഫ് ഫിലോസഫി. ഇതൊരു ഇൻഡയറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദിസ് ആസ്ക് വാട്ട് ഈസ് ദ കണക്ഷൻ ബിറ്റ്വീൻ ഫിലോസഫി ആൻഡ് എഡ്യൂക്കേഷൻ, എങ്ങനെയാണ് അവർ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, ഹൗ ദേ ആർ ഇൻ്റർ റിലേറ്റഡ്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. ഈ ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് മാറ്റി എഴുതുക എന്നുള്ളതാണ്. ഫിലോസഫിയാണ്
എഡ്യൂക്കേഷൻ്റെ പർപ്പസും കണ്ടൻറ്റും മെത്തേഡ്സും ഒക്കെ മനസ്സിലാക്കാനുള്ള ഫൗണ്ടേഷൻ. എല്ലാ എഡ്യൂക്കേഷണൽ ക്വസ്റ്റ്യൻ ലൈക്ക് വാട്ട് ടു ടീച്ച്, വൈ ടു ടീച്ച്, ഹൗ ടു ടീച്ച്, ഇതെല്ലാം എന്താണ്, ഒരു ഫിലോസഫിക്കൽ എൻക്വയറി തന്നെയാണ്. ഇപ്പോൾ ഫിലോസഫിക്കൽ തിയറീസ് ആയിട്ടുള്ള ഐഡിയലിസം, നാച്ചുറലിസം, പ്രാഗ്മാറ്റിസം ഒക്കെ പല ആൻസേഴ്സാണ് ഈ ഓരോ ക്വസ്റ്റ്യൻസിനും കൊടുക്കുന്നത്. ഇപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നോട്ട് ജസ്റ്റ് എ ട്രാൻസ്മിഷൻ ഓഫ് നോളജ്, പക്ഷെ അതിൽ എത്തിക്കൽ, മെറ്റാഫിസിക്കൽ ആൻഡ് എപ്പിസ്റ്റമോളജിക്കൽ കൺസേൺസ് ഉണ്ട്. ഈ എത്തിക്കൽ, മെറ്റാഫിസിക്കൽ ആൻഡ് എപ്പിസ്റ്റമോളജി ഒക്കെ എന്തിൻ്റെ ഭാഗമാണ്, ഫിലോസഫിയുടെ ഭാഗമാണ്. അപ്പോൾ ഡിസിപ്ലിൻ, കരിക്കുലം, ലേണർ ടീച്ചർ സെൻറ്റേർഡ് റിലേഷൻഷിപ്പ്, ഇതൊക്കെ ഫിലോസഫിക്കൽ പ്രിൻസിപ്പിൾസ് ആണ് ഗൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എഡ്യൂക്കേഷണൽ പ്രോബ്ലംസിനെ എന്തിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, ഫിലോസഫിക്കൽ തോട്ടിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഈസ് ദ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഓഫ് ഫിലോസഫി ടു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. ഇനി the competencies and character of the teacher that influence the quality of education. കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് പറയാം, ഇതും ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. സോ ഐ എം ലീവിങ് അപ്പ് ടു യു. കുറച്ച് ഇത് മാത്രം ഒന്ന് വായിച്ചു പോകാം. രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, ദ ടീച്ചർ ഇസ് നോട്ട് മിയർലി ദ വൺ ഹൂ ഇംപാർട്ട് നോളേജ് ബട്ട് ദ വൺ ഹൂ ഇൻസ്പയർസ് ആൻഡ് ബിൽഡ്സ് ക്യാരക്ടർ. കോമ്പിറ്റൻസി ഈസ് വൺ ഓഫ് ദ, കോമ്പിറ്റൻസി എന്ന് പറയുന്നതുകൊണ്ട് റെഫർ ചെയ്യുന്നതാണ് ടീച്ചറിൻ്റെ നോളേജ്, സ്കിൽ, എത്രത്തോളം അവർ ആ ഒരു മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നോളജ്, സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് ടു പെർഫോം ദെയർ റോൾ എഫക്റ്റീവ്ലി. അവരുടെ സബ്ജക്റ്റ് മാറ്ററിലുള്ള അവരുടെ അറിവ്, പെഡഗോജിക്കൽ സ്കിൽസ്, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ക്ലാസ് റൂം മാനേജ്മെൻറ്റ്, ടെക്നോളജിക്കൽ പ്രൊഫിഷ്യൻസി, എബിലിറ്റി ടു അസസ് ആൻഡ് സപ്പോർട്ട് എ ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഓഫ് ലേണേഴ്സ്, ഇതെല്ലാം ഒരു കോമ്പിറ്റൻറ്റ് ടീച്ചറിൻ്റെ ലക്ഷണങ്ങളാണ്. ലെസൺ പ്ലാനിങ്, അതുപോലെ തന്നെ എൻഗേജിങ് ആക്കുക, ഇൻക്ലൂസീവ് ആക്കുക, റിലവൻറ്റ് ടു റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ആക്കുക. ചോണ്ടവി പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ ഈസ് നോട്ട് പ്രിപ്പറേഷൻ ഫോർ ലൈഫ്, എഡ്യൂക്കേഷൻ ഈസ് ലൈഫ് ഇറ്റ്സെൽഫ്. ഇനി കോമ്പീറ്റൻസി മാത്രം അല്ലെങ്കിൽ കോമ്പീറ്റൻസ് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ടീച്ചറുടെ ക്യാരക്ടറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്, ഇറ്റ് ഈസ് ദ സുപ്രീം ആർട്ട് ഓഫ് ദി ടീച്ചർ ടു അവേക്കൺ ജോയ് ഇൻ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ ആൻഡ് നോളജ്. ക്രിയേറ്റീവ് എക്സ്പ്രഷനിലൂടെയും നോളജിലൂടെയും സന്തോഷം ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ അവേക്കൺ ചെയ്യുക, ഉണർത്തുക എന്ന് പറയുന്നതാണ് ദ സുപ്രീം ആർട്ട് ഓഫ് ദ ടീച്ചർ എന്നാണ് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിനും ഒരു കോമ്പിനേഷനാണ് ഒരു ടീച്ചറിൽ വേണ്ടത്, കോമ്പിറ്റൻസി ആൻഡ് ഓൾസോ ക്യാരക്ടർ. ഇതിന് രണ്ടും എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് ചോദിക്കുന്നത്. കോമ്പിറ്റൻസി എന്ന് പറഞ്ഞാൽ എന്താ, അവരുടെ സ്കിൽസ്, നോളജ്, കാര്യങ്ങൾ, അതായത് ഒരു പ്രൊഫഷന് വേണ്ട എല്ലാ ക്വാളിറ്റീസിനെയാണ് കോമ്പിറ്റൻസി. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചും കൂടെ പേഴ്സണൽ ആയിട്ടുള്ള വ്യക്തിത്വത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി ഇത് കോൺട്രിബ്യൂഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ വിച്ച് ആർ കോമൺ ടു ബുദ്ധിസം ആൻഡ് ജൈനിസം. ഇപ്പോൾ ബുദ്ധിസം ആൻഡ് ജൈനിസം സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ എഡ്യൂക്കേഷന് കൊടുത്തിട്ടുണ്ട്. അവരുടെ ടീച്ചിങ്സിലൊരു ഡിഫറെൻ്റ് ആണെങ്കിലും ഈ രണ്ട് റിലീജിയനും പല കോമൺ വാല്യൂസും ഷെയർ ചെയ്യുന്നുണ്ട്. അത് ഇന്ത്യൻ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പ്രൈമറി കോൺട്രിബ്യൂഷൻ ഒന്ന് എത്തിക്കൽ എഡ്യൂക്കേഷനാണ്, മോറൽ ആൻഡ് സ്പിരിച്വൽ അപ്ലിഫ്റ്റ്മെൻറ്റ്. ഇവിടെ ഞാൻ പോയിന്റ്സ് മാത്രമേ വായിക്കുന്നുള്ളൂ. പിന്നെ മൊണാസ്റ്റിക് എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്തിരുന്നു. ബിഹാരാസിലായിരുന്നു ബുദ്ധിസത്തിൽ എഡ്യൂക്കേഷൻ കൊടുത്തിരുന്നത്. ഉപശ്രയാസിലാണ് ജൈനസത്തിൽ എഡ്യൂക്കേഷൻ കൊടുത്തിരുന്നത്. സിമ്പിൾ ലിവിങ്, മെഡിറ്റേഷൻ ആൻഡ് ലേണിംഗ് ബൈ ഡിസ്കഷനൊക്കെ ഫോക്കസ് ചെയ്തിരുന്നു. ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പ് ക്ലോസ് ആൻഡ് റെസ്പെക്ട്ഫുൾ ആയിരുന്നു. സിമിലർ ആയിരുന്നു ടു ദ ഗുരു ശിഷ്യ ട്രഡീഷൻ ഓഫ് ഹിന്ദുയിസം. ഇക്വാലിറ്റി ഇൻ എഡ്യൂക്കേഷൻ വാസ് അനദർ കോൺട്രിബ്യൂഷൻ. ഡെമോക്രറ്റൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, സെൽഫ് പ്യൂരിഫിക്കേഷൻ, ലിബറേഷൻ. പിന്നെ കരിക്കുലം, ടീച്ചിങ് മെത്തേഡ്സ് ഒക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി എങ്ങനെയാണ് കറപ്ഷൻ, ഇതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ, അതായത് കുറേ വാല്യൂസ് കുട്ടികൾക്ക് പകർന്നു കൊടുക്കുക. ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഇൻ ഗവേണൻസ്. അതുപോലെ തന്നെ അടുത്തത് എഡ്യൂക്കേഷണൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഇസ്ലാമിക് ഫിലോസഫി. ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഖുറാൻ, ഹാദിത്ത്, ഇതിലാണ് റൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഹാർമോണിയസ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി BMS, ബോഡി, മൈൻഡ് ആൻഡ് സോൾ ആണ്. എഡ്യൂക്കേഷൻ ഇൻ ഇസ്ലാമിക് എന്ന് പറയുന്നത് ജസ്റ്റ് നോളജ് മാത്രമല്ല, ക്യാരക്ടർ, വിസ്ഡം, സർവീസ് ടു ഹ്യൂമാനിറ്റി എല്ലാം ആണ്. അപ്പോൾ സെൻട്രൽ എയിം ഓഫ് ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ഈസ് തർബിയ, വിച്ച് മീൻസ് nurturing individuals spiritually, intellectually and ethically. It also advocates for a balanced growth of the individual's personality through the training of spirit, intellect and behavior. Prophet Muhammad പറഞ്ഞിട്ടുള്ളത് എന്താണ്, സീക്കിംഗ് നോളജ് ഇസ് ആൻ ഒബ്ലിഗേഷൻ അപ്പോൺ എവറി മുസ്ലിം എന്നാണ് അദ്ദേഹം പറയുന്നത്. എല്ലാവരുടെയും ഡ്യൂട്ടിയാണ് നോളജ് സീക്കുക എന്ന് പറയുന്നത്. പിന്നെ ഇസ്ലാമിക് ഫിലോസഫി യൂണിറ്റി ഓഫ് നോളജിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. റിലീജിയസ് ആൻഡ് വേൾഡ്ലി നോളജിനെ അത് കമ്പൈൻ ചെയ്യുന്നുണ്ട്. ആസ്ട്രോണമി, മെഡിസിൻ, മാത്തമാറ്റിക്സ് ഒക്കെ പഠിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് ഇപ്പോഴും റെലവൻ്റ് ആണ്. മോറൽ എഡ്യൂക്കേഷൻ, പ്രാക്ടിക്കൽ സ്കിൽസിൽ ഫോക്കസ് ചെയ്തിരുന്നു.
ടീച്ചറിനെ ഇസ്ലാമിക് ഫിലോസഫിയിൽ ഹൈലി റെസ്പെക്റ്റഡ് ഒരു ഗൈഡ് ആൻഡ് മെൻറ്ററായിട്ട് കാണുന്നത്. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് എന്താണ്, വളരെ പവിത്രമായിട്ടുള്ള സ്പേസസ് ആണ്, അല്ലെങ്കിൽ സേക്രഡ് സ്പേസസ് ഫോർ ലേണിംഗ്, ഡിസിപ്ലിൻ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻ്റ് ആണ്. ഇസ്ലാമിക് എഡ്യൂക്കേഷൻ വാല്യൂസിനെയും കൊടുക്കുന്നുണ്ട്, ലൈക്ക് ഓണസ്റ്റി, ജസ്റ്റിസ്, കമ്പാഷൻ, പേഷ്യൻസ് ആൻഡ് റെസ്പെക്ട് ഫോർ എൽഡേഴ്സ്. ഇപ്പോൾ മോഡേൺ ടൈംസിൽ ഇസ്ലാമിക് ഫിലോസഫിയുടെ എഡ്യൂക്കേഷണൽ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് പറഞ്ഞാൽ അത് എംഫസൈസ് ചെയ്യുന്നത് എത്തിക്സ് അല്ലെങ്കിൽ മോറൽ വാല്യൂസ്, കമ്മ്യൂണിറ്റി സർവീസ് ആൻഡ് ലൈഫ് ലോങ് ലേണിംഗ്. ഇറ്റ് ഓൾസോ എൻകറേജസ് ക്രിട്ടിക്കൽ തിങ്കിങ് വിത്തിൻ ദ ഫ്രെയിം വർക്ക് ഓഫ് ഫെയ്ത്ത് ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതായത് വിശ്വാസത്തിൻ്റെ ആ ഒരു ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ഫിലോസഫി എന്ന് പറയുന്നത് ഗ്ലോബൽ എഡ്യൂക്കേഷണൽ തോട്ടിൽ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂട്ടറാണ്. വൈ ഈസ് ദ സ്കൂൾ കൺസിഡേർഡ് ടു ബി എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ? സ്കൂൾ എന്ന് പറയുന്നത് ഒരു അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, അതൊരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് മാത്രമല്ല, പക്ഷെ അതൊരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടെയാണ്. ബിക്കോസ് സൊസൈറ്റിയുടെ സ്റ്റെബിലിറ്റിക്കും അതിൻ്റെ വളർച്ചയ്ക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്താണ്, സ്കൂൾസ് ആണ്. സോഷ്യലൈസ് ചെയ്യുക ഇൻഡിവിജ്വൽസിനെ എന്ന് പറയുന്നൊരു വലിയ എസെൻഷ്യൽ ഫങ്ഷൻ തന്നെ അത് പെർഫോം ചെയ്യുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അത് 16th ക്വസ്റ്റ്യൻ. ഓക്കെ, 18th ക്വസ്റ്റ്യൻ. Explain the major philosophical divisions and their educational implications. അപ്പം മേജർ ഫിലോസഫിക്കൽ ഡിവിഷൻസ് എന്ന് പറയുന്നത് ഫിലോസഫിയുടെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിൽ 5 മേജർ ബ്രാഞ്ചസ് പറയാം. മെറ്റാഫിസിക്സ്, എപ്പിസ്റ്റമോളജി, ആക്സിയോളജി, ലോജിക് ആൻഡ് എസ്തെറ്റിക്സ്. ഇതിനെല്ലാം ക്രൂഷ്യൽ റോൾസ് ഉണ്ട്. ഇതും ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, സോ ഐ എം നോട്ട് റീഡിങ് ദിസ്. നോക്കുക. ഇനി വൈ ഇസ് എ ടീച്ചർ കോൾഡ് സോഷ്യൽ എഞ്ചിനീയർ? എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഷീ ഹാസ് ആസ് എ ലീഡർ ആൻഡ് ടീച്ചർ ഓഫ് ദ ലീഡർ ആൻഡ് ടീച്ചർ? 2020 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് വെസ്റ്റേൺ ഫിലോസഫിക് സ്കൂളാണ് സെൽഫ് എക്സ്പ്രഷനെ എയിം ഓഫ് എഡ്യൂക്കേഷനായിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഇപ്പോൾ 3 നമുക്ക് പഠിക്കാനുള്ളൂ, ഐഡിയലിസം, പ്രാഗ്മാറ്റിസം ആൻഡ് നാച്ചുറലിസം. അപ്പോൾ ഡെഫിനറ്റ്ലി സെൽഫ് എക്സ്പ്രഷനെ കൂടുതൽ എംഫസൈസ് ചെയ്യുന്നത് നാച്ചുറലിസ്റ്റിക് സ്കൂൾ ഓഫ് ഫിലോസഫിയാണ്. സെൽഫ് എക്സ്പ്രഷനാണ് എയിം ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. ഇവർ എംഫസൈസ് ചെയ്യുന്നത് ഫ്രീ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ചൈൽഡ് അക്കോർഡിംഗ് ടു ദെയർ ഓൺ നേച്ചർ വിത്തൗട്ട് എക്സ്റ്റേണൽ കൺട്രോൾ. അതായത് പുറത്തുനിന്ന് യാതൊരുവിധ കൺട്രോളും ഇല്ലാത്ത ഒരു കുട്ടി അവളുടെ തനത് രീതിക്ക് വളരട്ടെ എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഏത് ബ്രാഞ്ച് ഓഫ് ഫിലോസഫിയാണ് തിയറി ഓഫ് വാല്യൂസുമായിട്ട് ഡീൽ ചെയ്യുന്നത്? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ചും കൂടെ വേറൊരു രീതിയിലാണ് ഈ ഒരു പേപ്പറിൽ ചോദിച്ചിരിക്കുന്നത്. ഒരു റെഗുലർ ഒരു ഡയറക്റ്റ് മെത്തേഡല്ല. അതായത് ഇങ്ങനെ ഡീൽ ചെയ്യുന്ന തിയറി ഓഫ് വാല്യൂസുമായിട്ട് ഡീൽ ചെയ്യുന്നത് ആക്സിയോളജിയാണ്. ഇതിൽ 2 സബ്സെറ്റാണ് വരുന്നത്. ഒന്ന് എത്തിക്സ്, മോറൽ വാല്യൂസ്. രണ്ടാമത്തത് എസ്തെറ്റിക്സ്, ദാറ്റ് മീൻസ് ദ ആർട്ടിസ്റ്റിക് ഓർ ബ്യൂട്ടി റിലേറ്റഡ് വാല്യൂസ്. ഇനി വാട്ട് ഈസ് ദ ഇന്ത്യൻ കോൺസെപ്റ്റ് ഓഫ് ഫിലോസഫി? ഇന്ത്യൻ കോൺസെപ്റ്റ് ഓഫ് ഫിലോസഫിയെ ദർശന എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ദർശനം ഓർ ദർശന. ഇത് സ്പിരിച്വൽ ആണ്, ഹോളിസ്റ്റിക് ആണ്, സെൽഫ് റിയലൈസേഷൻ, ലിബറേഷൻ, യൂണിറ്റി ഓഫ് നോളജ്, ആക്ഷൻ ആൻഡ് ഡിവോഷൻ ഒക്കെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. ഹു പ്രൊപ്പോസ്ഡ് ദാറ്റ് എഡ്യൂക്കേഷൻ ഈസ് എ ബൈപോളർ പ്രോസസ്? പ്രൊപ്പോസ് ചെയ്തത് ജോൺ ഡുവി ആണ്. ഹി വ്യൂഡ് എഡ്യൂക്കേഷൻ ആസ് എൻ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ടീച്ചർ ആൻഡ് ദ ലേണർ ആൻഡ് ബോത്ത് ഷുഡ് ആക്റ്റീവ്ലി കോൺട്രിബ്യൂട്ട് ടു ദ ലേണിംഗ് പ്രോഗ്രസ്. വാട്ട് ഈസ് ദ സബ്ലൈം എയിം ഓഫ് എഡ്യൂക്കേഷൻ അക്കോർഡിംഗ് ടു ബുദ്ധിസം? ബുദ്ധിസം പറയുന്നത് എയിം ഓഫ് എഡ്യൂക്കേഷൻ എന്താണ്? അറ്റൈൻമെൻറ്റ് ഓഫ് നിർവാണ. ജൈനിസം പറയുന്നത് അറ്റൈൻമെൻറ്റ് ഓഫ് മോക്ഷ. ഇന്ത്യൻ ഫിലോസഫി എന്താണ് പറയുന്നത്? അറ്റൈൻമെൻറ്റ് ഓഫ് മോക്ഷ. നിർവാണ മീൻസ് ഇവിടെ നിർവാണയും മോക്ഷയും ഡിഫറൻസ് ആണ്. നിർവാണ എന്ന് പറഞ്ഞാൽ ലിബറേഷൻ ഫ്രം സഫറിങ് ആൻഡ് ദ സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്. ഓക്കെ, മോക്ഷത്തിൻ്റെ കാര്യത്തിൽ ലിബറേഷൻ ഫ്രം സഫറിങ് ഇല്ല, ബട്ട് ദ എസ്കേപ്പ് ഫ്രം സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്. ആൻഡ് ഓൾസോ ദ യൂണിറ്റി അല്ലെങ്കിൽ ഒന്നാവുക വിത്ത് ആത്മൻ്റെയും ബ്രഹ്മൻ്റെയും ഒന്നിച്ചു ചേരൽ, കൂടിച്ചേരലിനെയാണ് മോക്ഷത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ എത്തിക്കൽ കോണ്ടക്ട്, വിസ്ഡം, മെൻ്റൽ ഡിസിപ്ലിനിലൂടെയൊക്കെ ഇത് അച്ചീവ് ചെയ്യാം. ഇനി എക്സാമ്പിൾസ് ഓഫ് ഇൻഫോർമൽ ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ, അതായത് 2 എക്സാമ്പിൾസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ചൈൽഡ് ലേണിംഗ് ഗുഡ് മാനേഴ്സ്, നമ്മുടെ ചുറ്റുപാടിൽ നിന്നും നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടും കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഒക്കെ മനസ്സിലാക്കി പഠിക്കുന്നതിനാണ് ഇൻഫോർമൽ എന്ന് പറയാം. ലേണിംഗ് ഗുഡ് മാനേഴ്സ് ഫ്രം പാരൻസ് അറ്റ് ഹോം, ലേണിംഗ് കൾച്ചറൽ പ്രാക്ടീസസ് ബൈ ഒബ്സർവിങ് കമ്മ്യൂണിറ്റി ട്രഡീഷൻസ് ആൻഡ് ഫെസ്റ്റിവൽസ്. ഇത് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ 2 എക്സാമ്പിൾസ് ആണ്. ഇനി ചൈൽഡ് സെൻറ്റേഡ് ആൻഡ് ലൈഫ് സെൻറ്റേഡ് എഡ്യൂക്കേഷൻ എന്താണെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ചൈൽഡ് സെൻറ്റേഡ് എഡ്യൂക്കേഷൻ
ആസ് എ ലേണർ ഒരു ചൈൽഡിൻ്റെ ഇൻട്രസ്റ്റും നീഡ്സും ഡെവലപ്മെൻറ്റ് ഓഫ് ദ ചൈൽഡ് ഒക്കെ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ആക്ടിവിറ്റീസ്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, സെൽഫ് ഡിസ്കവറി ഒക്കെ ഉണ്ടാവും. ടീച്ചറിന് ഇവിടെ ഫെസിലിറ്റേറ്ററിൻ്റെ റോളാണ് റാദർ ദാൻ എൻ അതോറിറ്റി. കണ്ടൻറ്റും മെത്തേഡ്സും ഒക്കെ ലേണറിൻ്റെ പേസ് ആൻഡ് ക്യൂരിയോസിറ്റിക്ക് അനുസരിച്ചിട്ടായിരിക്കും. ലൈഫ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യുന്നത് റിയൽ ലൈഫ് എക്സ്പീരിയൻസസ് ആണ് ആൻഡ് പ്രിപ്പയറിംഗ് ദ ചൈൽഡ് ടു ഫേസ് ദ ലൈഫ് ചലഞ്ചസ്. ഇവിടെ കൂടുതലും പ്രാക്ടിക്കൽ നോളജ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് വാല്യൂസ് നീഡഡ് ഫോർ കമ്മ്യൂണിറ്റി ലിവിംഗ് ഒക്കെയാണ് വരിക. ഇപ്പോൾ ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ കുട്ടിയാണ് കോറിലെങ്കിൽ ലൈഫ് സെൻറ്റേർഡ് എഡ്യൂക്കേഷനിൽ കണക്ട് ചെയ്യുന്നത് സൊസൈറ്റിയുമായിട്ടുള്ള ഒരു കണക്ഷനെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഇനി ക്രിട്ടിക്കലി എക്സാമിൻ ദ കരിക്കുലം ഓഫ് പ്രാഗ്മാറ്റിക് ഫിലോസഫി. പ്രാഗ്മാറ്റിക് ഫിലോസഫി കുറച്ചും കൂടെ ഡൈനാമിക്, ഫ്ലെക്സിബിൾ ആൻഡ് എക്സ്പീരിയൻസ് ബേസ്ഡ് കരിക്കുലമാണ്. ഒരു ഫിക്സഡ് സബ്ജക്റ്റ് സെൻറ്റേർഡ് കരിക്കുലം ഇവിടെ ഇല്ല. അതുപോലെ തന്നെ ഇവർ പ്രൊമോട്ട് ചെയ്യുന്ന ലേണിംഗ് ബൈ ഡൂയിങ് ആണ്. അപ്പോൾ സബ്ജക്ട്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അവരുടെ റെലവൻസ് ടു റിയൽ ലൈഫ് സിറ്റുവേഷൻ ആൻഡ് സോഷ്യൽ യൂസ്ഫുൾനെസ് അനുസരിച്ചിട്ടാണ്. പ്രോബ്ലം സോൾവിങ്, പ്രോജക്ട്സ്, എക്സ്പെരിമെൻറ്റേഷൻസ് ഒക്കെയാണ് ഇവിടെ ലേണേഴ്സിന് കൂടുതലായിട്ട് കൊടുക്കുക. അപ്പോൾ ക്രിട്ടിക്സ് പറയുന്ന ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ഉള്ളത് തന്നെ കൊണ്ട് തന്നെ ഇവിടെ ഒരു ലാക്ക് ഓഫ് സ്ട്രക്ചർ ആൻഡ് അക്കാദമിക് ഡെപ്ത് ഉണ്ടാവില്ല എന്നുള്ളത്. അതുപോലെ തന്നെ ഈ തിയററ്റിക്കൽ നോളജിനെ നെഗ്ലക്റ്റ് ചെയ്യുന്നത്, പ്രാക്ടിക്കൽ ആസ്പെക്ട്സിന് വേണ്ടി തിയററ്റിക്കൽ നോളജിനെ നെഗ്ലക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഫുൾ ലേണിംഗ് അവിടെ നടക്കില്ല. ക്രിട്ടിക്കൽ തിങ്കിങ്, അഡാപ്റ്റബിലിറ്റി ആൻഡ് ഡെമോക്രാറ്റിക് വാല്യൂസ് ഡെവലപ്പ് ചെയ്യാൻ പ്രാഗ്മാറ്റിക് കരിക്കുലം എന്ത് തന്നെയാണെങ്കിലും വളരെ ഹെൽപ്ഫുള്ളാണ്. റോൾ ഓഫ് ഫാമിലി ഇൻ സോഷ്യലൈസിങ് എ ചൈൽഡ്, അതായത് ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏജൻറ്റ് ഓഫ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഫാമിലിയാണ്. ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി, വാല്യൂസ്, ലാംഗ്വേജ്, ബിഹേവിയർ ബർത്തിൽ നിന്ന് തന്നെ ഷേപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ പാരൻസും സിബ്ലിങ്സും കൊടുക്കുന്ന ഇമോഷണൽ സപ്പോർട്ട്, മോറൽ ഗൈഡൻസ്, ബേസിക് നോംസ് ഓഫ് ലിവിങ് ഒക്കെയാണ്. ഇതിലൂടെയൊക്കെയാണ് ഒരു കുട്ടി എന്ത് ചെയ്യുന്നത്, റോൾസ്, റെസ്പോൺസിബിലിറ്റീസ്, ജെൻഡർ എക്സ്പെക്റ്റേഷൻസ്, കൾച്ചറൽ ട്രഡീഷൻസിനെയൊക്കെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ഫാമിലിയാണ് ഒരു കുട്ടിക്ക് ഡിസിപ്ലിൻ, കോപ്പറേഷൻ ആൻഡ് സോഷ്യൽ ഐഡൻറ്റിറ്റി തുടങ്ങിയ വാല്യൂസ് ആദ്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പുറത്ത് പോയി കുട്ടിയുടെ പല ബിഹേവിയറും ഓൾറെഡി ഫാമിലിയിൽ നിന്നും ഫോം ചെയ്തിട്ടാണ് കുട്ടി പുറത്ത് പോയിട്ടുള്ള ഇൻട്രാക്ഷൻ നടക്കുന്നത്. പിന്നെ ഇപ്പോൾ സ്കൂളിൽ പോകുകയാണെങ്കിലും അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഒരു ഭാഗമാണെങ്കിലും. എഡ്യൂക്കേഷണൽ ക്വസ്റ്റ്യൻസ് ആർ അൾട്ടിമേറ്റ്ലി ക്വസ്റ്റ്യൻസ് ഓഫ് ഫിലോസഫി. ഇതൊരു ഇൻഡയറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദിസ് ആസ്ക് വാട്ട് ഈസ് ദ കണക്ഷൻ ബിറ്റ്വീൻ ഫിലോസഫി ആൻഡ് എഡ്യൂക്കേഷൻ, എങ്ങനെയാണ് അവർ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, ഹൗ ദേ ആർ ഇൻ്റർ റിലേറ്റഡ്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. ഈ ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് മാറ്റി എഴുതുക എന്നുള്ളതാണ്. ഫിലോസഫിയാണ് എഡ്യൂക്കേഷൻ്റെ പർപ്പസും കണ്ടൻറ്റും മെത്തേഡ്സും ഒക്കെ മനസ്സിലാക്കാനുള്ള ഫൗണ്ടേഷൻ. എല്ലാ എഡ്യൂക്കേഷണൽ ക്വസ്റ്റ്യൻ ലൈക്ക് വാട്ട് ടു ടീച്ച്, വൈ ടു ടീച്ച്, ഹൗ ടു ടീച്ച്, ഇതെല്ലാം എന്താണ്, ഒരു ഫിലോസഫിക്കൽ എൻക്വയറി തന്നെയാണ്. ഇപ്പോൾ ഫിലോസഫിക്കൽ തിയറീസ് ആയിട്ടുള്ള ഐഡിയലിസം, നാച്ചുറലിസം, പ്രാഗ്മാറ്റിസം ഒക്കെ പല ആൻസേഴ്സാണ് ഈ ഓരോ ക്വസ്റ്റ്യൻസിനും കൊടുക്കുന്നത്. ഇപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നോട്ട് ജസ്റ്റ് എ ട്രാൻസ്മിഷൻ ഓഫ് നോളജ്, പക്ഷെ അതിൽ എത്തിക്കൽ, മെറ്റാഫിസിക്കൽ ആൻഡ് എപ്പിസ്റ്റമോളജിക്കൽ കൺസേൺസ് ഉണ്ട്. ഈ എത്തിക്കൽ, മെറ്റാഫിസിക്കൽ ആൻഡ് എപ്പിസ്റ്റമോളജി ഒക്കെ എന്തിൻ്റെ ഭാഗമാണ്, ഫിലോസഫിയുടെ ഭാഗമാണ്. അപ്പോൾ ഡിസിപ്ലിൻ, കരിക്കുലം, ലേണർ ടീച്ചർ സെൻറ്റേർഡ് റിലേഷൻഷിപ്പ്, ഇതൊക്കെ ഫിലോസഫിക്കൽ പ്രിൻസിപ്പിൾസ് ആണ് ഗൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എഡ്യൂക്കേഷണൽ പ്രോബ്ലംസിനെ എന്തിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, ഫിലോസഫിക്കൽ തോട്ടിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഈസ് ദ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഓഫ് ഫിലോസഫി ടു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. ഇനി ദ കോമ്പിറ്റൻസീസ് ആൻഡ് ക്യാരക്ടർ ഓഫ് ദ ടീച്ചർ ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് പറയാം, ഇതും ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. സോ ഐ എം ലീവിങ് അപ്പ് ടു യു. കുറച്ച് ഇത് മാത്രം ഒന്ന് വായിച്ചു പോകാം. രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, ദ ടീച്ചർ ഇസ് നോട്ട് മിയർലി ദ വൺ who impart knowledge but the one who inspires and builds character. Competency is one of the competency എന്ന് പറയുന്നതുകൊണ്ട് റെഫർ ചെയ്യുന്നതാണ് ടീച്ചറിൻ്റെ നോളേജ്, സ്കിൽ, എത്രത്തോളം അവർ ആ ഒരു മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നോളേജ്, സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് ടു പെർഫോം ദെയർ റോൾ എഫക്റ്റീവ്ലി. അവരുടെ സബ്ജക്റ്റ് മാറ്ററിലുള്ള അവരുടെ അറിവ്, പെഡഗോജിക്കൽ സ്കിൽസ്, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ക്ലാസ് റൂം മാനേജ്മെൻറ്റ്, ടെക്നോളജിക്കൽ പ്രൊഫിഷ്യൻസി, എബിലിറ്റി ടു അസസ് ആൻഡ് സപ്പോർട്ട് ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഓഫ് ലേണേഴ്സ്, ഇതെല്ലാം ഒരു കോമ്പിറ്റൻറ്റ് ടീച്ചറിൻ്റെ ലക്ഷണങ്ങളാണ്. ലെസൺ പ്ലാനിങ്, അതുപോലെ തന്നെ എൻഗേജിങ് ആക്കുക, ഇൻക്ലൂസീവ് ആക്കുക, റിലവൻറ്റ് ടു റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ആക്കുക. ചോണ്ടവി പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ ഈസ് നോട്ട് പ്രിപ്പറേഷൻ ഫോർ ലൈഫ്, എഡ്യൂക്കേഷൻ ഈസ് ലൈഫ് ഇറ്റ്സെൽഫ്. ഇനി കോമ്പീറ്റൻസി മാത്രം അല്ലെങ്കിൽ കോമ്പീറ്റൻസ് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ടീച്ചറുടെ ക്യാരക്ടറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്, ഇറ്റ് ഈസ് ദ സുപ്രീം ആർട്ട് ഓഫ് ദി ടീച്ചർ ടു അവേക്കൺ ജോയ് ഇൻ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ ആൻഡ് നോളജ്. ക്രിയേറ്റീവ് എക്സ്പ്രഷനിലൂടെയും നോളജിലൂടെയും സന്തോഷം ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ അവേക്കൺ ചെയ്യുക, ഉണർത്തുക എന്ന് പറയുന്നതാണ് ദ സുപ്രീം ആർട്ട് ഓഫ് ദ ടീച്ചർ എന്നാണ് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിനും ഒരു കോമ്പിനേഷനാണ് ഒരു ടീച്ചറിൽ വേണ്ടത്, കോമ്പിറ്റൻസി ആൻഡ് ഓൾസോ
ക്യാരക്ടർ. ഇതിന് രണ്ടും എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് ചോദിക്കുന്നത്. കോമ്പിറ്റൻസി എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ സ്കിൽസ്, നോളജ്, കാര്യങ്ങൾ, അതായത് ഒരു പ്രൊഫഷന് വേണ്ട എല്ലാ ക്വാളിറ്റീസിനെയാണ് കോമ്പിറ്റൻസി. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചും കൂടെ പേഴ്സണൽ ആയിട്ടുള്ള വ്യക്തിത്വത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി ഇത് കോൺട്രിബ്യൂഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ വിച്ച് ആർ കോമൺ ടു ബുദ്ധിസം ആൻഡ് ജൈനിസം. ഇപ്പോൾ ബുദ്ധിസം ആൻഡ് ജൈനിസം സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ എഡ്യൂക്കേഷന് കൊടുത്തിട്ടുണ്ട്. അവരുടെ ടീച്ചിങ്സിലൊരു ഡിഫറെൻ്റ് ആണെങ്കിലും ഈ രണ്ട് റിലീജിയനും പല കോമൺ വാല്യൂസും ഷെയർ ചെയ്യുന്നുണ്ട്. അത് ഇന്ത്യൻ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പ്രൈമറി കോൺട്രിബ്യൂഷൻ ഒന്ന് എത്തിക്കൽ എഡ്യൂക്കേഷനാണ്, മോറൽ ആൻഡ് സ്പിരിച്വൽ അപ്ലിഫ്റ്റ്മെൻറ്റ്. ഇവിടെ ഞാൻ പോയിന്റ്സ് മാത്രമേ വായിക്കുന്നുള്ളൂ. പിന്നെ മൊണാസ്റ്റിക് എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്തിരുന്നു. ബിഹാരാസിലായിരുന്നു ബുദ്ധിസത്തിൽ എഡ്യൂക്കേഷൻ കൊടുത്തിരുന്നത്. ഉപശ്രയാസിലാണ് ജൈനസത്തിൽ എഡ്യൂക്കേഷൻ കൊടുത്തിരുന്നത്. സിമ്പിൾ ലിവിങ്, മെഡിറ്റേഷൻ ആൻഡ് ലേണിംഗ് ബൈ ഡിസ്കഷനൊക്കെ ഫോക്കസ് ചെയ്തിരുന്നു. ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പ് ക്ലോസ് ആൻഡ് റെസ്പെക്ട്ഫുൾ ആയിരുന്നു. സിമിലർ ആയിരുന്നു ടു ദ ഗുരു ശിഷ്യ ട്രഡീഷൻ ഓഫ് ഹിന്ദുയിസം. ഇക്വാലിറ്റി ഇൻ എഡ്യൂക്കേഷൻ വാസ് അനദർ കോൺട്രിബ്യൂഷൻ. ഡെമോക്രറ്റൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, സെൽഫ് പ്യൂരിഫിക്കേഷൻ, ലിബറേഷൻ. പിന്നെ കരിക്കുലം, ടീച്ചിങ് മെത്തേഡ്സ് ഒക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി എങ്ങനെയാണ് കറപ്ഷൻ? ഇതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ, അതായത് കുറേ വാല്യൂസ് കുട്ടികൾക്ക് പകർന്നു കൊടുക്കുക. ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഇൻ ഗവേണൻസ്. അതുപോലെ തന്നെ അടുത്തത് എഡ്യൂക്കേഷണൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഇസ്ലാമിക് ഫിലോസഫി. ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഖുറാൻ, ഹാദിത്ത് ഇതിലാണ് റൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഹാർമോണിയസ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി BMS, ബോഡി, മൈൻഡ് ആൻഡ് സോൾ ആണ്. എഡ്യൂക്കേഷൻ ഇൻ ഇസ്ലാമിക് എന്ന് പറയുന്നത് ജസ്റ്റ് നോളജ് മാത്രമല്ല, ക്യാരക്ടർ, വിസ്ഡം, സർവീസ് ടു ഹ്യൂമാനിറ്റി എല്ലാം ആണ്. അപ്പോൾ സെൻട്രൽ എയിം ഓഫ് ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ഈസ് തർബിയ, വിച്ച് മീൻസ് nurturing individuals spiritually, intellectually and ethically. It also advocates for a balanced growth of the individual's personality through the training of spirit, intellect and behavior. Prophet Muhammad പറഞ്ഞിട്ടുള്ളത് എന്താണ്? Seeking knowledge is an obligation upon every Muslim എന്നാണ് അദ്ദേഹം പറയുന്നത്. എല്ലാവരുടെയും ഡ്യൂട്ടിയാണ് നോളജ് സീക്കുക എന്ന് പറയുന്നത്. പിന്നെ ഇസ്ലാമിക് ഫിലോസഫി യൂണിറ്റി ഓഫ് നോളജിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. റിലീജിയസ് ആൻഡ് വേൾഡ്ലി നോളജിനെ അത് കമ്പൈൻ ചെയ്യുന്നുണ്ട്. ആസ്ട്രോണമി, മെഡിസിൻ, മാത്തമാറ്റിക്സ് ഒക്കെ പഠിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് ഇപ്പോഴും റെലവൻ്റ് ആണ്. മോറൽ എഡ്യൂക്കേഷൻ, പ്രാക്ടിക്കൽ സ്കിൽസിൽ ഫോക്കസ് ചെയ്തിരുന്നു. ടീച്ചറിനെ ഇസ്ലാമിക് ഫിലോസഫിയിൽ ഹൈലി റെസ്പെക്റ്റഡ് ഒരു ഗൈഡ് ആൻഡ് മെൻറ്ററായിട്ട് കാണുന്നത്. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് എന്താണ്? വളരെ പവിത്രമായിട്ടുള്ള സ്പേസസ് ആണ്, അല്ലെങ്കിൽ സേക്രഡ് സ്പേസസ് ഫോർ ലേണിംഗ്, ഡിസിപ്ലിൻ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻ്റ് ആണ്. ഇസ്ലാമിക് എഡ്യൂക്കേഷൻ വാല്യൂസിനെയും കൊടുക്കുന്നുണ്ട്, ലൈക്ക് ഓണസ്റ്റി, ജസ്റ്റിസ്, കമ്പാഷൻ, പേഷ്യൻസ് ആൻഡ് റെസ്പെക്ട് ഫോർ എൽഡേഴ്സ്. ഇപ്പോൾ മോഡേൺ ടൈംസിൽ ഇസ്ലാമിക് ഫിലോസഫിയുടെ എഡ്യൂക്കേഷണൽ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് പറഞ്ഞാൽ അത് എംഫസൈസ് ചെയ്യുന്നത് എത്തിക്സ് അല്ലെങ്കിൽ മോറൽ വാല്യൂസ്, കമ്മ്യൂണിറ്റി സർവീസ് ആൻഡ് ലൈഫ് ലോങ് ലേണിംഗ്. ഇറ്റ് ഓൾസോ എൻകറേജസ് ക്രിട്ടിക്കൽ തിങ്കിങ് വിത്തിൻ ദ ഫ്രെയിം വർക്ക് ഓഫ് ഫെയ്ത്ത് ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതായത് വിശ്വാസത്തിൻ്റെ ആ ഒരു ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ഫിലോസഫി എന്ന് പറയുന്നത് ഗ്ലോബൽ എഡ്യൂക്കേഷണൽ തോട്ടിൽ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂട്ടറാണ്. വൈ ഈസ് ദ സ്കൂൾ കൺസിഡേർഡ് ടു ബി എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ? സ്കൂൾ എന്ന് പറയുന്നത് ഒരു അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, അതൊരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് മാത്രമല്ല, പക്ഷെ അതൊരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടെയാണ്. ബിക്കോസ് സൊസൈറ്റിയുടെ സ്റ്റെബിലിറ്റിക്കും അതിൻ്റെ വളർച്ചയ്ക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്താണ്? സ്കൂൾസ് ആണ്. സോഷ്യലൈസ് ചെയ്യുക ഇൻഡിവിജ്വൽസിനെ എന്ന് പറയുന്നൊരു വലിയ എസെൻഷ്യൽ ഫങ്ഷൻ തന്നെ അത് പെർഫോം ചെയ്യുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അത് 16th ക്വസ്റ്റ്യൻ. ഓക്കെ, 18th മേജർ ഫിലോസഫിക്കൽ ഡിവിഷൻസ് ആൻഡ് ദെയർ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ്. ഇപ്പം മേജർ ഫിലോസഫിക്കൽ ഡിവിഷൻസ് എന്ന് പറയുന്നത് ഫിലോസഫിയുടെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിൽ 5 മേജർ ബ്രാഞ്ചസ് പറയാം. മെറ്റാഫിസിക്സ്, എപ്പിസ്റ്റമോളജി, ആക്സിയോളജി, ലോജിക് ആൻഡ് എസ്തെറ്റിക്സ്. ഇതിനെല്ലാം ക്രൂഷ്യൽ റോൾസ് ഉണ്ട്. ഇതും ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, സോ ഐ എം നോട്ട് റീഡിങ് ദിസ്. നോക്കാം. ഇനി വൈ ഇസ് എ ടീച്ചർ കോൾഡ് സോഷ്യൽ എഞ്ചിനീയർ? എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഷീ ഹാസ് ആസ് എ ലീഡർ ആൻഡ് ടീച്ചർ ഓഫ് ദ ലീഡർ ആൻഡ് ടീച്ചർ. അപ്പോൾ അതിനും കുറച്ച് നോട്ട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഗോ ത്രൂ ചെയ്യുക. ഓക്കെ, ബൈ, ഹാവ് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.